അഗ്നിനാളമായി നവ്യ ജീവനായി ഞങ്ങളിൽ വന്നു വാഴൂ. അവിടെ ഞങ്ങൾക്ക് നിത്യം കൽപ്പിച്ചെന്നുള്ളതാണ് ആമേൻ. അളവിലാസാലൈശ്വരാർത്താവിൽ നീച മനുഷ്യരും പാപികളുമായിരിക്കുന്ന നിങ്ങൾ അറിയില്ലാത്ത പ്രതാപത്തോടുകൂടിയിരിക്കുന്ന അങ്ങേ സന്നിധി ജപിക്കാൻ ഞങ്ങൾ അനുമതിയായിരിക്കുന്നു. എങ്കിലും അങ്ങാനന്ദമായ ദൈവമേ ശരണപ്പെട്ടുകൊണ്ട് പരിശുദ്ധ മാതാവിൻ്റെ സ്തുതിക്കായി 53 ജപം എത്തിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ ജപം ഭക്തിയോടുകൂടി ചൊല്ലി പല വിചാരം കൂടാതെ കർത്താവേ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. സർവശക്തി പുത്രൻ തമ്പുരാന്റെ മാതാവായിരിക്കുന്ന പരിശുദ്ധ മാതാവി ഞങ്ങളിൽ ദൈവശരണമെന്നുണ്ടായ വളരുവാനായിട്ട് അങ്ങേ തിരുമാനോട് മധ്യസ്ഥം അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി കർത്താവ് കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അമ്മയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധാത്മാവിന്റെ ഭാജനമയക്കുന്ന പരിശുദ്ധ മാതാവേ ഞങ്ങൾ ദൈവശരണമെന്നും ദൈവഭക്തി എന്ന പുണ്യമുണ്ടായി വർദ്ധിപ്പാനായിട്ട് അങ്ങേ തിരുമാനോടത്തെ മധ്യസ്ഥം അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി കർത്താവ് കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അമ്മയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാവുന്നു. പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈശോയെ ഞങ്ങളുടെ പാപങ്ങൾ കൊണ്ടമേ വിളിക്കപ്പെട്ടതിന് ശേഷം എനിക്ക് അന്യം അപമാനവും വ്യാകുലവും ഉണ്ടാകാൻ വേണ്ടി അവിടുത്തെ തിരുത്തൽക്കാരും വിശ്വരം ചുമത്തപ്പെട്ടു ധ്യാനിക്കാം. ഞങ്ങളെല്ലാവരെയും അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ പോലെ ഭൂമിയിൽ വാഴണമേ. കർത്താവിലൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അമ്മയുടെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. കർത്താവിലൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. കർത്താവിലൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. ഫലമായി ഈശോ
പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ നമ്മുടെ അത്താവിശ്വസിയാകാവട്ടവളിൽ ചെന്നപ്പോൾ വ്യാപി സമുദ്രത്തിൽ മുഴുകിയ പരിശുദ്ധ മാതാവിന്റെ മുമ്പാകെ ഒരു വസ്ത്രം കൂടി കുഞ്ചരിക്കപ്പെട്ട് കുരിശിൽ ബലത്താക്കപ്പെട്ടതിനെ ധ്യാനിക്കാം. ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ കന്യാ മാതാവേ, പാപികൾ ഞങ്ങൾക്കായി നിത്യം നിന്ദിരസുതനോടെന്നും പ്രാർത്ഥിക്കണമേ. തായേ നീ എന്നെന്നും മൃത്യുവിൻ നേരത്തും നന്മ നിറഞ്ഞവളേ, മേരി നാമം വാഴ്ത്തിപ്പാടുന്നു.
നന്മ നിറഞ്ഞവളെ മേരി നിൻ നാമം വാഴ്ത്തിപ്പാടുന്നു. പരിശുദ്ധ കന്യാമാതാവേ, പാപികൾ ഞങ്ങൾക്കായി നിത്യം നിന്റെ സുതനോടെന്നെന്നും പ്രാർത്ഥിക്കണമേ തായേ. നീ എന്നെന്നും മൃത്യുവിൻ നേരത്തും നന്മ നിറഞ്ഞവളെ മേരി നിൻ നാമം വാഴ്ത്തിപ്പാടുന്നു. പരിശുദ്ധ കന്യാമാതാവേ, പാപികൾ ഞങ്ങൾക്കായി നിത്യം നിന്റെ സുതനോടെന്നെന്നും പ്രാർത്ഥിക്കണമേ തായേ. നീ എന്നെന്നും മൃത്യുവിൻ നേരത്തും നന്മ നിറഞ്ഞവളെ മേരി നിൻ നാമം വാഴ്ത്തിപ്പാടുന്നു. പരിശുദ്ധ കന്യാമാതാവേ, പാപികൾ ഞങ്ങൾക്കായി നിത്യം നിന്റെ സുതനോടെന്നെന്നും പ്രാർത്ഥിക്കണമേ തായേ. നീ എന്നെന്നും മൃത്യുവിൻ നേരത്തും നന്മ നിറഞ്ഞവളെ മേരി നിൻ നാമം വാഴ്ത്തിപ്പാടുന്നു. പരിശുദ്ധ കന്യാമാതാവേ, പാപികൾ ഞങ്ങൾക്കായി നിത്യം നിന്റെ സുതനോടെന്നെന്നും പ്രാർത്ഥിക്കണമേ തായേ. നീ എന്നെന്നും മൃത്യുവിൻ നേരത്തും നന്മ നിറഞ്ഞവളെ മേരി നിൻ നാമം വാഴ്ത്തിപ്പാടുന്നു. പരിശുദ്ധ കന്യാമാതാവേ, പാപികൾ ഞങ്ങൾക്കായി നിത്യം നിന്റെ സുതനോടെന്നെന്നും പ്രാർത്ഥിക്കണമേ തായേ. നീ എന്നെന്നും മൃത്യുവിൻ നേരത്തും വണക്കത്തിന് ഏറ്റവും യോഗ്യായിരിക്കുന്ന കന്യകേ, പ്രാർത്ഥിക ഐശ്വര്യമുള്ള കന്യകേ, മഹാവല്ലഭയായ കന്യകേ, ഉള്ള കന്യകേ, ഏറ്റവും വിശ്വസ്തയായ കന്യകേ, നീയുടെ തർപ്പണമേ, ജ്ഞാനത്തിന്റെ സിംഹാസനമേ, സന്തോഷത്തിന്റെ കാരണമേ, ജ്ഞാനപൂരിത പാത്രമേ, ബഹുമാനത്തിന്റെ പാത്രമേ, അന്ധകാരമായ ഭക്തിയുടെ പാത്രമേ, പുഷ്പമേ, ദാരിദ്ര്യത്തിന്റെ കോട്ടയെ, ധർമ്മത്തിനുള്ള കോട്ടയെ, സ്വർണ്ണാലയമേ, വാഗ്ദാനത്തിന്റെ പേടകമേ, സ്വർഗത്തിന്റെ വാതിലേ, നക്ഷത്രമേ, രോഗിയുടെ ആരോഗ്യമേ, ഭാവിയുടെ സങ്കേതമേ, പീഡിതരുടെ ആശ്വാസമേ, ക്രിസ്ത്യാനികളുടെ സഹായമേ, മാലാഖമാരുടെ രാജ്ഞി, പൂർവ്വപിതാക്കന്മാരുടെ രാജ്ഞി, ദീർഘദർശികളുടെ രാജ്ഞി, സ്നേഹന്മാരുടെ രാജ്ഞി, വേദസാക്ഷികളുടെ രാജ്ഞി, മലയന്മാരുടെ രാജ്ഞി, കന്യകളുടെ രാജ്ഞി, സർവ്വസ്ഥയുടെയും രാജ്ഞി,
സഭയുടെ അലങ്കാരമാരാക്കി സമാധാനത്തിന്റെ രാജ്ഞി ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യകുഞ്ഞാടേ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യകുഞ്ഞാടേ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യകുഞ്ഞാടേ സർവേശ്വരന്റെ മാതാവേ സമാധാനം നമ്മോട് കൂടെ ആശ്രയിക്കുകയും ചെയ്യുന്നു. ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ എന്റെ കർത്താവേ, ഞാൻ പ്രകീർത്തിക്കും മഹിമയുടെ അന്തിമ വിധിനായി. കർത്താവേ, നീ അണയുമ്പോൾ കരുണയുടെ നിലനിർത്തണമേ. നല്ലവരൊത്തുവലം ഭാഗേ ആകാശവും ഭൂമിയും നിലനിൽക്കുന്നു. ആകാശഭൂമി ഭൂതലവും താവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവരഭയം നീ നൽകണമേ മൃതരായുസ്സും. അവന്റെ സന്തോഷത്തിൽ അവർ ആനന്ദിക്കും. കർത്താവേ, നിശോടിനവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ബാബാപുത്രൻ ഗുരുവായേ മൃതനാമെന്നിൽ കഴിയണം. ജീവൻ നൽകി മഹോന്നതമാ പ്രഭയുടെ നാട്ടിൽ ചേർക്കണം.
കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിന്റെ ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചുകളയുകയും ചെയ്യുമാറാകട്ടെ. മഹനീയമായ നിന്റെ ത്രിത്വത്തിന്റെ അനുഗ്രഹം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സ്തുത്യർഹനാകുന്നു. ഞങ്ങളുടെ ജീവിത കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, മനുജനു ജന്മം നൽകിയ നാഥ, മരണത്തിൽ നീ പുനരുത്ഥാനം പകരുന്നല്ലോ വാഴ്ത്തിയിടുന്നേ. ഒഴുകി വരുന്നു വാനവകാരം, പൂഴിയിൽ നിന്നും മൃതരുണരുന്നു, നിത്യവിരുന്നിൽ പുലരി വരുന്നു. സുഹൃതികളോടെ നാഗം ചേരാ വരമരുളേണം. കർത്താവേ, അഗാധത്തിൽ നിന്ന് നിന്നെ ഞാൻ വിളിക്കുന്നു. എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ പാപമോചനം നിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ. എന്റെ പ്രതീക്ഷ അവന്റെ വാഗ്ദാനത്തിലാകുന്നു. കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേൽ കർത്താവിനെ കാത്തിരിക്കുന്നു. രക്ഷയും അവന്റെ പക്കലാവുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സജീവവും ജീവദായകവുമായ ശബ്ദത്താൽ ആ സമയത്ത് ചേർത്താവേ, ആ ശബ്ദം മഹനീയമായി നീതിവിധിയുടെ ദിവസത്തിൽ നിന്റെ ആസനവരിക്കുകയും നിന്റെ വലത്തുപാദം ചെയ്യട്ടെ. പാപങ്ങൾ കൊടുക്കുന്നവരും കരുണ നിറഞ്ഞവരും നീതിമാനുമായി വിധി കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ എന്നേക്കും. ജീവിക്കുന്നവരെ ദയാപൂർവ്വം പരിപാലിക്കണമേ. ഉദ്ധാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടെ ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, നിന്റെ പരിശുദ്ധ അടയാളത്തോടും ദൈവത്തോടും മരണകമ്പടിയോടും കൂടെ വാനമേഘങ്ങളിൽ നീ പ്രത്യക്ഷനാവുകയും സ്വർഗരാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ചവർ അക്ഷീരായി കബറിടങ്ങളിൽ നിന്ന് ഉയർത്തുകയും ദുഷ്ടജനങ്ങൾ നീതിമാന്മാരിൽ നിന്ന് വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന ഭയാനകമായ ഒരു ദിവസത്തിൽ നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാരംഭത്തിൽ തന്നെ സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ സഹോദരരെ നീ സ്വീകരിക്കണമേ. ഞങ്ങളുടെ സമൂഹത്തിലും നിന്റെ കൃപയും അനുഗ്രഹവും നിരന്തരം വസിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും. എല്ലാവരും നിശബ്ദരായിരിക്കുക. കാര്യപരിപാടി അനുസരിച്ച് ആദ്യമായി ഈശ്വര പ്രാർത്ഥന കേൾക്കുന്നു. തണലാകണം അറിവേ വെളിച്ചം നിറവേ തെളിച്ചം അവിരാമമതാരിൽ കുടികൊള്ളണം.
ഫലം സ്നേഹം അഖിലാണ്ട ജീവോദയം സത്യം ധനം ജ്ഞാനം ഫലം സ്നേഹം അഖിലാണ്ട ജീവോദയം ഉണരുമ്പോൾ ഉദയത്തിൻ കണിയാകണം ഉടലിലെ ശ്രീകോവിൽ നീയാകണം ഉണരുമ്പോൾ ഉദയത്തിൻ കണിയാകണം ഉടലിലെ ശ്രീകോവിൽ നീയാകണം അമ്മയായും അച്ഛനായും അമ്മയായും അച്ഛനായും ദൂരെയും ചാരെയും കൂട്ടാകണം സത്യം ധനം ജ്ഞാനം ബലം സ്നേഹം അഖിലാണ്ട ജീവോദയം സത്യം ധനം ജ്ഞാനം ഫലം സ്നേഹം അഖിലാണ്ട ജീവോദയം കഴിഞ്ഞ യോഗത്തിന് ശേഷം വേർതിരിഞ്ഞു പോയ ആൾക്കാർക്ക് വേണ്ടി നമ്മൾ ഒരു അനുശോചനം വേണ്ടി വർഷത്തെ നമ്മുടെ കുടുംബ സംഗമത്തിന് ശേഷം നമ്മെ വിട്ടുപിരിഞ്ഞു പോയ കുടുംബാംഗമായ ജോൺ വർഗീസ് എന്ന കുഞ്ഞുമോൻ ചേട്ടൻ, മറിയാമ്മ മാത്യു എന്ന കുഞ്ഞമ്മ, വല്യാറ തങ്കച്ചൻ്റെ ഭാര്യ സെലീനാമ്മയുടെ മാതാവ് കത്രീന വർഗീസ്, ഇജിമോൻ തോമസിൻ്റെ ഭാര്യ ജയമ്മ, സഹോദരൻ തോമസ് മാത്യുവിനും ഈ കുടുംബസംഗമത്തിൻ്റെ ആദരാഞ്ജലികൾ സമർപ്പിക്കുന്നു. ആശംസിക്കുന്നതായിട്ട് ജോബ്സൺ സ്നേഹം നിറഞ്ഞ കുടുംബാംഗങ്ങളെ, നമ്മുടെ രണ്ടാമത്തെ കുടുംബസംഗമം ആണ് നമ്മൾ ഇന്ന് ഇവിടെ നടത്തുന്നത്. അതിലേക്കായി നമ്മുടെ അധ്യക്ഷനായ ജോയിച്ചാനെ വളരെയേറെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. അതിനുശേഷം നമ്മുടെ കുടുംബാംഗമായ അതുപോലെ തന്നെ ചേനങ്കലിലെ വികാരിച്ചമായ ഫാദർ ജിയോ ഡെഗാവൽ മക്കളച്ചനെ സ്വാഗതം ചെയ്യുന്നു. അതിനുശേഷം ആശംസ അർപ്പിക്കാനായിട്ട് നമ്മുടെ ബേബിച്ചായനെ വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. എല്ലാവരെയും നമ്മുടെ സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. പ്രസംഗം ഉണ്ടായിരിക്കണമെന്നാണ് നടപടിക്രമത്തിൽ ക്രമം. അതനുസരിച്ച് ഏതാനും കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ഈ കുടുംബസംഗമം കഴിഞ്ഞതിന് ശേഷം ആളുകളിൽ കുറച്ച് ആൾക്കാരിന് പങ്കെടുക്കുന്ന കാര്യത്തിൽ തന്നെ താല്പര്യക്കുറവുള്ളതുപോലെ തോന്നുന്നതുമായി മനസ്സിലാകുന്നു. ഇതിന്റെ കാരണം എന്താണെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. ഇത് കുടുംബസംഗമം ആവശ്യമില്ല എങ്കിൽ നമുക്ക് അത് വേണ്ട എന്ന് വയ്ക്കാം. അതല്ല, നടത്തിക്കൊണ്ട് പോകണമെങ്കിൽ ഇത് സജീവമായിട്ട് നമ്മുടെ ആൾക്കാർ ഇതിനകത്ത് ഉണ്ടായിരിക്കുക. സജീവമായിട്ട് ആരും തലവെച്ച് പറയണമെന്നൊന്നും അല്ല പറയുന്നത്. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഒന്നാമത് ഈ വാട്സപ്പിൽ നമ്മൾ മീറ്റിംഗ് വെക്കുമ്പോഴേ ആരും കാണുന്നില്ല. ഒരാൾ വന്നു, 2 പേര് വന്നു, 3 പേര് വന്നു. ചില വിചാരമുള്ള സമയം 8 മണി മുതൽ 9 മണി വരേക്കും 9 മണി മുതൽ 10 മണി വരേക്കും സമയം. കാര്യം എന്താ വെച്ചാൽ പലർക്കും പകല സമയത്ത് ഇതിനകത്ത് ചെയ്യാൻ സാധിക്കാത്തതിൻ്റെ കാരണം കൊണ്ടാണ്. അപ്പം അങ്ങനെ വരാൻ പറ്റാത്തവർ വിളിച്ച് പറയണതിനെ പോലെ ഞങ്ങൾ കാണത്തില്ല. നമ്മൾ 15 പേര് 20 പേര് വരെ ഒരു സമയത്ത് കൂടിയിട്ടുള്ളതാണ്. ഇത് ഒരു ആൻസിൻ്റെയോ ഒരു ജോൺസിൻ്റെയോ ഒരു സിഗിൻ്റെയോ മാത്രം ആവശ്യമല്ല. അവർ പലപ്പോഴും കുടുംബത്തിൻ്റെ കാര്യങ്ങൾ സംഘടിപ്പിക്കാൻ വേണ്ടി അറിയാവുന്നു. 10 വർഷമായിട്ട് ഈ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചും പറഞ്ഞും കാര്യങ്ങൾ നേരും കണ്ടും ഒക്കെ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംശയിക്കാം. ആൻസിനാണെങ്കിൽ മുഴുവൻ സമയം ഇതിൻ്റെ കാര്യങ്ങളുമായിട്ട് റിട്ടയർ ചെയ്തതിന് ശേഷം ആൻസൺ മുഴുവൻ സമയവും ഇതിൻ്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പോകുന്നുണ്ട്. അപ്പം നമ്മൾ സഹകരിക്കുന്നില്ലെങ്കിൽ ഈ ബന്ധപ്പെടാൻ അവർക്ക് എന്ത് തോന്നും? എനിക്കായിട്ട് ചെയ്യുന്നത് തോന്നിപ്പോയില്ലേ? അപ്പം എല്ലാവരുടെയും കൂടി ആവശ്യമാണ്. നമ്മളൊന്നും ഈ പൂർവ്വം മറിഞ്ഞു വെക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ലെങ്കിൽ നടത്തുന്നത് ആണോ? നമ്മൾ നമ്മുടെ കുടുംബത്തിലുള്ള ആൾക്കാരെ പരസ്പരം അറിഞ്ഞിരിക്കുക,
പരസ്പരം ബന്ധപ്പെടുക, നമ്മുടെ പോരായ്മകളും കുറവുകളും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുക. ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ അല്ലാതെ ഒന്നിച്ചെടുത്ത് മറിച്ചോ കാരണം ആരെക്കൊണ്ടും പറ്റില്ല. ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക, നമുക്ക് ആരെങ്കിലും സഹായിക്കാൻ പറ്റുന്നവർക്ക് സഹായിക്കുക, ആരോടെങ്കിലും സ്നേഹവാക്കുകൾ പറയാൻ തന്നെ പറ്റുക, എന്തെങ്കിലും സ്നേഹോപഹാരങ്ങൾ കൊടുക്കാൻ നമ്മളെക്കൊണ്ട് സാധിക്കുന്നില്ല ചെയ്യുക. ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ബന്ധപ്പെടാൻ വേണ്ടി മനസ്സ് കാണിക്കുക. ഒന്ന് വാരിപ്പോയി ആർക്കും കൊടുക്കുന്നില്ല, മനസ്സ് കാണിക്കുക. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അപ്പൊ അതിന് എല്ലാവരും സഹകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇതിന്റെ ബാക്കി കാര്യങ്ങൾ ഞാൻ പറഞ്ഞോളാം. എല്ലാവരും പോകേണ്ട ആവശ്യങ്ങളുള്ളതുകൊണ്ട് അതുകൊണ്ട് ഈ യോഗത്തിന്റെ ഉദ്ഘാടനത്തിനായി നമ്മുടെ സഹോദരപുത്രനായ അച്ഛനെ അതിന് പൂർവ്വം ക്ഷണിക്കുന്നു. സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. ലോകം സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. ദ്വിതീയ യോഗത്തിന്റെ അധ്യക്ഷൻ ജോയിച്ചായൻ, ആശംസകൾ അറിയിക്കുന്ന ജോയിച്ചായൻ, ഇതിന്റെ സംഘാടക നാൻസിൻചേട്ടൻ, പ്രിയമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ഈ കഴിഞ്ഞിടയ്ക്ക് വായിച്ച ഒരു വാക്യം ശ്രദ്ധയാണ്. നമുക്കിനി കയറാൻ മലകളല്ല, കടക്കാൻ പുഴകളല്ല ആവശ്യം, മറിച്ച് സ്നേഹിക്കാൻ മനസ്സുകളാണ് എന്നുള്ളത്. കാലഘട്ടം ഒരുപാട് പുഴുക്കുത്തുകളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളാണ്. സ്നേഹമെന്ന് പറയുന്നത് കേവലം വാക്കുകളിൽ മാത്രം ഒതുങ്ങുകയും ബാക്കിയിടങ്ങളിലൊക്കെ കാറ്റിൽ പറത്തപ്പെടുകയും ചെയ്യുന്ന ഒരനുഭൂതിയിലേക്ക് നമ്മൾ മാറും. ഈ വായനയുടെ പിന്നില് അദ്ദേഹം എഴുതി വെച്ചിരിക്കുന്ന ഒരു വലിയ ചിന്തയുണ്ട്. റസൽ ബ്രൻസൺ എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ ജീവിതത്തിലുണ്ടായ അനുഭവത്തെ കുറിച്ച് തുറന്നു പറയുകയാണ്. ഒരു വലിയ വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന ഇടമാണ്, അമേരിക്കയിലാണ്. അമേരിക്ക വലിയ വെള്ളപ്പൊക്കത്തിന് ശേഷം ഒരു തെരുവില് ജീവിച്ചിരുന്ന ഒരു കുടുംബത്തെ, അപ്പനും അമ്മയും രണ്ട് കുഞ്ഞുങ്ങളും അടങ്ങുന്ന ഒരു കുടുംബത്തെ ഇദ്ദേഹം എടുത്ത് തന്റെ ഒരു മോട്ടലിൽ കൊണ്ട്, താൻ സ്വന്തമായി പൈസ മുടക്കി ഒരു മോട്ടലിൽ കൊണ്ട് താമസിപ്പിച്ചതിന് 4-ാം ദിവസം ഈ താമസിപ്പിച്ച വ്യക്തിയെ കുത്തിക്കൊന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ പണവും അദ്ദേഹത്തിന്റെ കാറും കവർന്നുകൊണ്ട് ഈ വ്യക്തി ഓടിപ്പോവാണ്, അദ്ദേഹത്തിന്റെ കുടുംബവുമായിട്ട് ഓടിപ്പോകും. ഇതിന് അദ്ദേഹം എഴുതി വെക്കുകയാണ്, സഹായിച്ചവനെ പോലും തിരിച്ച് സ്നേഹിക്കാൻ മനസ്സില്ലാത്ത ഒരു സമൂഹമായിട്ട് നമ്മുടെ സമൂഹം മാറുന്നു. ഇന്ന് നമുക്ക് സഹായിക്കാൻ ഭയമാണ്, അല്ലെ? നമ്മളിപ്പോ ഒരു വഴിയിൽ നിന്നുകൊണ്ട് ഒരാള് കൈ കാണിച്ചാൽ നമ്മൾ കയറ്റാനായിട്ട് ഭയപ്പെടും. കാരണം അവൻ ഏത് വിധത്തിലുള്ളവനാണെന്നോ, അവനിനി അടുത്ത നിമിഷത്തിൽ അവൻ എന്ത് ചെയ്യുമെന്നോ ഉള്ള ഭയ നിമിത്തവും ആശങ്ക നിമിത്തവും പലപ്പോഴും നമ്മൾ നന്മ ചെയ്യാൻ പോലും ഭയപ്പെടുന്ന ഒരു കാലഘട്ടത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ തന്നെയാണെങ്കിലും നിസ്സംഗതയിലേക്ക് ഒരുപാട് പോയിട്ടുണ്ടോ? ഇവരെയൊക്കെ നന്മ ചെയ്ത് എന്നാ കാര്യം, തിരിച്ചൊരു സ്നേഹം ഇല്ലാത്തവരാണെന്നുള്ള ചിന്ത. പ്രിയമുള്ളവരെ, കുടുംബ ബന്ധങ്ങളും കുടുംബ സമാഗമങ്ങളും ഒക്കെ നമ്മളെ കൂടുതൽ സ്നേഹത്തിലേക്കും ഊട്ടി ഉറപ്പിക്കണം എന്ന് വിളിച്ചോതുകയാണ് നമ്മുടെ ഈ കുടുംബ സംഗമം. മറ്റുള്ളവർ തമ്മിലുണ്ടായ സ്നേഹം, പരിധികളില്ലാത്ത സ്നേഹം മിശിഹ നമുക്ക് വിഭാവനം ചെയ്ത് വാഗ്ദാനം ചെയ്ത് തന്നതുപോലെ നമ്മുടെ കുടുംബങ്ങളിലേക്കും ഈ സ്നേഹം സന്നിവേശിപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കേണ്ട ഇടങ്ങളാണ് കുടുംബ സംഗമങ്ങൾ. ഇത് കേവലം ബാഹ്യമായ ഒരു അനുഷ്ഠാനമോ ഒരു പ്രകാശനമോ ഒക്കെ ആയിട്ട് പലപ്പോഴെങ്കിലും മാറിപ്പോകുന്നത്. ആൾബലം കാണിക്കാനുള്ള ഒരു അവസരമായിട്ട് മാറുന്ന കുടുംബ സംഗമങ്ങൾ ഒരുപാടുണ്ട്. പക്ഷെ ഈ കുടുംബ സംഘം, അതിൽ നിന്ന് നമ്മുടെ കുടുംബ സംഗമത്തെ വ്യത്യസ്തമാക്കേണ്ടത് നമ്മുടെ കുടുംബങ്ങളിൽ ആവശ്യമുള്ളവരെ തേടി പിടിക്കാനും ആവശ്യമുള്ളവരെ സഹായിക്കാനും ഒക്കെയുള്ള ഒരവസരമാക്കി കൂടി നമ്മൾ ഇതിനെ കാണണം. അത് മാത്രമല്ല, രോഗാവസ്ഥയിലായിരിക്കുന്നവരെ, വേദന അനുഭവിക്കുന്നവരൊക്കെ ചേർത്ത് പിടിക്കാനും താങ്ങി നിർത്താനുമായിട്ടൊക്കെ നമുക്ക് സാധിക്കുമ്പോഴാണ് ഈ കുടുംബ സംഗമങ്ങൾക്ക് അർത്ഥം ഉണ്ടാകും. നമ്മുടെ ഇടവക ജീവിതങ്ങൾ പോലും അങ്ങനെയാണ്. നമ്മുടെ ഇടവക ജീവിതം പോലും കേവലം പ്രഹസനങ്ങളായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്.
മറ്റുള്ള അടുത്തുള്ളവന്റെ അടുപ്പില് തീയരിയുന്നുണ്ടോ, അരി വെക്കാൻ അവന് കഞ്ഞി വെക്കാൻ അവൻ അരിയുണ്ടോ എന്ന് പോലും പലപ്പോഴും ചിന്തിക്കാതെ പോകുന്ന ഒരു സാഹചര്യങ്ങളിലേക്ക് നമ്മൾ മാറിപ്പോകുന്നു. പണ്ടങ്ങനെയൊന്നും ആയിരുന്നില്ല. മറ്റുള്ളവരിലേക്ക് തുറന്നിരിക്കുന്ന ഒരു ഹൃദയം നമുക്കുണ്ടായിരുന്നു. ഇന്ന് ഈ ഹൃദയങ്ങളൊക്കെ അടയാൻ തുടങ്ങി, മതിലുകൾ വരാൻ തുടങ്ങി, ബന്ധങ്ങൾക്കിടയിൽ ഒരുപാട് അകൽച്ചകൾ, കാലങ്ങളും അകലങ്ങളും വരാൻ തുടങ്ങിയ സാഹചര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഈ കുടുംബ സംഗമങ്ങൾക്ക് പ്രസക്തി പോലും ഉള്ളത്. നമ്മൾ എവിടെയൊക്കെയോ നമ്മൾ പോലും അറിയാതെ അകന്നു തുടങ്ങിയിരിക്കുന്നു. പണ്ട് കൂടെ കണ്ടിരുന്നവരൊക്കെ ഇന്ന് ഏതെങ്കിലുമൊക്കെ ഒരു സാഹചര്യത്തിൽ വല്ലോ വിശേഷങ്ങളിൽ കണ്ടുമുട്ടിയാലായി. അതുകൊണ്ട് അങ്ങനെ വിശേഷങ്ങളിൽ പോലും കണ്ടുമുട്ടാത്ത സാഹചര്യങ്ങളിലാണ് നമുക്ക് ഇതുപോലെ കുടുംബ സംഗമങ്ങൾ വെക്കേണ്ടി വരുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് കൂടെ കാണാനും പരിചയം പുതുക്കാനും സ്നേഹബന്ധങ്ങൾ പരസ്പരം കൈമാറാനും ഒക്കെയുള്ള അവസരങ്ങൾ സൃഷ്ടിക്കപ്പെടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഇത് ആൻസലേട്ടന്റെ ഒരു വലിയ ഒരു പ്രയത്നത്തിന്റെ ഫലമാണ് തോന്നുന്നത് ഇപ്പോഴും ഇങ്ങനെ തുടർന്നുകൊണ്ട് പോകുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് പേരുണ്ടായിരുന്നു, പക്ഷെ ഇത്തവണ നമ്മള് ആളുകൾ കുറഞ്ഞ സാഹചര്യങ്ങളുടെ സമ്മർദ്ദമായിരിക്കാം സൃഷ്ടിച്ചു പോകുന്നത്. അപ്പൊ അതുകൊണ്ട് ഇതിനുവേണ്ടി അദ്ദേഹം എടുക്കുന്ന എല്ലാ ത്യാഗത്തെയും, അദ്ദേഹം എടുക്കുന്ന എല്ലാ തരത്തിലുമുള്ള ഇനിഷ്യേറ്റീവിനെയും ഹൃദ്യമായിട്ട് ഞാൻ അഭിനന്ദിക്കാം. അതുകൊണ്ട് നമുക്ക് കൂടുതൽ ദൈവികമായിട്ട് ചിന്തിക്കുകയും കൂടുതൽ ദൈവികമായിട്ട് വളരുകയും ചെയ്യും. നമ്മുടെ ബന്ധങ്ങൾ കൂടുതൽ സുദൃഢമാകട്ടെ, നമ്മുടെ സ്നേഹങ്ങൾ കൂടുതൽ ശക്തമാവട്ടെ, പരസ്പരം സ്നേഹിക്കാനും കൂടുതൽ ബന്ധങ്ങൾ കൈമാറാനും ഒക്കെയുള്ള അവസരങ്ങളായിട്ട് കുടുംബ സംഗമങ്ങൾ മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും ഈശോയുടെ സ്നേഹം എല്ലാവർക്കും നൽകിക്കൊണ്ടും ഈ കുടുംബയോഗം ഉദ്ഘാടനം ചെയ്യുന്നതായിട്ട് ഞാൻ പ്രഖ്യാപിച്ചു. ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ശ്രീ റോച്ച്, കുടുംബയോഗത്തിന്റെ സ്ഥാനികാരി ബഹുമാനപ്പെട്ട ബംഗ്ലാവാണ് വെച്ച ഇതിൻ്റെ ഏറ്റവും ചുക്കാൻ പിടിക്കുന്ന ഡാൻസ്, മറ്റ് കുടുംബാംഗങ്ങളെ, ഈ രണ്ടാമത്തെ ബജാർ കുടുംബ സംഗമത്തിൻ്റെ രണ്ടാമത്തെ വാർഷികം ആഘോഷിക്കുമ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് പറഞ്ഞു ആളുകൾ ദുഷ്കാന്തി കുറയുന്നു എന്ന്. പക്ഷെ ഞാൻ നോക്കിയിട്ട് ഈ രണ്ടാമത്തെ കുടുംബസംഗമത്തിലും ആളുകൾ എത്തിച്ചേർന്നത് ഒരു വിജയമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. സാധാരണ ആദ്യം എല്ലാവരും ആവേശത്തോടുകൂടി 100-500 പേരൊക്കെ കാണും. അത് കഴിഞ്ഞ് എണ്ണം കുറഞ്ഞു പോവുകയാണ് പറയുന്നത്. അതുപോലെ തന്നെ വേറെ നിർദ്ദേശം എനിക്ക് പറയാനുള്ളത്, ഇപ്പം ഈ ഇരിക്കുന്ന ആളുകൾക്ക് കണ്ടിട്ടുണ്ട്, ബന്ധമുണ്ട്, പക്ഷെ എങ്ങനെയാണ് ബന്ധമെന്നോ കെട്ടിച്ചു വന്ന പെൺമക്കളാണോ അതോ ഈ കുടുംബത്തിലെ മക്കളാണോ എന്നുള്ളത് പലർക്കും അറിയാൻ പറ്റത്തില്ല, അറിയുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ഈ പരിപാടിയുടെ ഭാഗമായിട്ട് പരസ്പരം പരിചയപ്പെടുന്ന ഒരു സംവിധാനം, ഒരു ചടങ്ങ് ഉണ്ടാകണം. എനിക്ക് തന്നെ പല മുഖങ്ങളും അറിയാം, പക്ഷെ ആരാ എന്നൊന്നും എനിക്ക് ഒരു ഓർമ്മക്കുറവുണ്ട്. സ്ഥിരം കാണുന്ന കുറച്ച് മുഖങ്ങളെ മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ. പിന്നെ ഈ കുടുംബയോഗം സൃഷ്ടിച്ച് പോകാതിരിക്കാനുള്ള ഒരു ചെറിയ നമ്പര് ഒരു വനിതാ യൂണിറ്റ്, വനിതാ SHG ഉണ്ടാക്കുക. മാസത്തിലൊരിക്കൽ നിങ്ങളൊരു ചെറിയ ചുറ്റി പോലെ സംഘടിപ്പിക്കുക. ഓരോ കുടുംബത്തിലും മാറി മാറി ആ മീറ്റിംഗ് സംഘടിപ്പിക്കുക. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരു അടുപ്പമുണ്ടാവും. ഇത് ആണ്ടിലൊരിക്കൽ പൊതുയോഗത്തിന് മാത്രം വന്ന് സഹകരിച്ചാൽ ആ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പാടാണ്. വളരെ ആവശ്യത്തോടുകൂടി വന്നിരിക്കുന്ന പല കുടുംബയോഗങ്ങളും 1, 2, 3 കഴിയുമ്പോൾ നിന്ന് പോവാണ്. പല സൗന്ദര്യപ്പണക്കങ്ങൾ കാണും, പല പണക്കങ്ങൾ കാണും. അതെല്ലാം അതൊരു വശത്ത് കിടക്കും. പിന്നെ ചെയ്യാൻ ബന്ധപ്പെടുക, പരസ്പരം ഈ കൂടുക. അങ്ങനെ കൂടിയാൽ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും കൂടെ ഒന്നിച്ചോ അല്ലെങ്കിൽ രണ്ടായിട്ടോ ഒരു SHG ഉണ്ടാക്കി മാസത്തിലൊരിക്കൽ കൂടിയാൽ ഇതിന് കുറച്ചുകൂടെ നല്ലതയുണ്ടാക്കാൻ പറ്റും. പിന്നെ നിങ്ങൾ പരസ്പരം കണ്ടിൽ കേട്ടിട്ടും ഉള്ളവർ ബന്ധങ്ങൾ പറയുക, പരസ്പരം പരിചയപ്പെടുക. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു ആർക്കും വീണ്ടും ആ പരിചയം പുതുക്കുക. ഇങ്ങനെയൊക്കെ ചെയ്താലേ ഈ കുടുംബ സംഗമം
മുന്നോട്ട് പോകത്തുള്ളൂ. ഈ SHG എന്ന് പറഞ്ഞാൽ മിച്ചം പിടിച്ച് ഒരു 100 പോകുമോ അല്ലെങ്കിൽ അത് കുടുംബയോഗത്തിൻ്റെ ഒരു ഫണ്ടിലേക്ക് ഇടുവോ ഒക്കെ ചെയ്താൽ നമ്മുടെ പ്രസിഡന്റ് പറഞ്ഞ പോലെ രോഗികളെ സന്ദർശിക്കുകയും ഒക്കെ ചെയ്യുകയാണെങ്കിൽ വലിയ ഫണ്ടുമാകും. നമ്മുടെ പൈസ നഷ്ടപ്പെട്ടു പോകുന്നതുമില്ല, അത് നമുക്കൊരു റിപ്പോർട്ടായിട്ട് നൽകുകയില്ലേ. അതിനെപ്പറ്റി ഒന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. ഈ കുടുംബത്തിൻ്റെ ഈ രണ്ടാമത്തെ സംഗമത്തിന് എല്ലാവിധ ആശംസകളും നടത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി. ആദ്യപ്രസംഗം മാത്രം പറഞ്ഞാൽ പറഞ്ഞു. ഒരു പാട്ട് ഗാനം ആലോചിക്കുന്നതിനായിട്ട് ആൻഡപ്പൻ കുറേ കണക്ഷൻ കൊടുത്തു. വല്യാറം കരിയല് സാലിമ്മയുടെ മൂത്ത, അതായത് കുഞ്ഞമ്മയുടെ മൂത്ത മരുമോനാണ്. എൻ്റെ പേര് ആൻഡപ്പൻ, കെ.ടി. തോമസ് ബിഷപ്പ്. അച്ഛനെ ഞാൻ പരിചയപ്പെട്ടിട്ടില്ല. ഞാൻ പാട്ടുകാരൊന്നുമല്ല, പക്ഷേ ഞാൻ വന്നപോലെ ആൻസ് എൻ്റെ പള്ളിക്ക് പഠിച്ച് പറഞ്ഞ് ഒരു പാട്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞ എന്ത് കളിയാണപ്പോൾ ഇത് വന്ന ഉടനെ പാട്ട് പറഞ്ഞു. അല്ല, ഞാൻ പറഞ്ഞ ഞാൻ രണ്ടുപേരും ഒന്ന് മൂളം കേട്ടോ. പിന്നെ ഞങ്ങൾ ഈ സെൻറ് മേരീസിൽ പഠിക്കുമ്പോൾ ഞാനും യോച്ചനൊക്കെ എപ്പോഴും പാടുകയും ഞങ്ങളെ ചെറിയ യോച്ച് ഞങ്ങളെ ഏകദേശം ഒരേ മാച്ചായിരുന്നു. എനിവേ തെറ്റിയാൻ ശ്രമിക്കുക, കാരണം പാടിയിട്ട് വർഷങ്ങളായി. മഹേശ മഹിതപദേ തവ വൈമേയം പുരിശരണം സ്തുതികളുയർത്തും അകതളിരേന്തി, സ്തുതികളുയർത്തും അകതളിരേന്തി, ഒരു ശരണാഭുജം അലിയും ഞാൻ വിമല ചസവിതേ ചേർന്നണയും മാമകേശ മഹിതപദേ തവ മഹിമയും പുരിശരണം പാപസംഹാരക ശ്രീസുരശോഭിത സുരഗണപൂരിത ദേവം, പാപസംഹാരക ശ്രീസുരശോഭിത സുരഗണപൂരിത ദേവം, മാമക ദുർഗതി മായ്ച്ച മഹാബല, മാമക ദുർഗതി മായ്ച്ച മഹാബല, ദേവവിഭൂതിത കരണം, ദേവവിഭൂതിത കരണം, മാമഹേശ മഹിതപദേ തവ മഹിമയം പുരിശരണം സ്തുതികളുയർത്തും അകതളിരേന്തി, സ്തുതികളുയർത്തും അകതളിരേന്തി, ഒരു ശരണാഭുജം അലിയും ഞാൻ വിമല ചസവിതേ ചേർത്തണയും മാമഹേശ മഹിതപദേ തവ മഹിമയം പുരിശരണം. നമ്മുടെ കുടുംബാംഗം ആ ലാലിച്ചനും സ്വത്തേക്കും സ്നേഹോപകാരം കൊടുക്കുന്നതിനായിട്ട് വേദിക്ക് ക്ഷണിച്ചു കൊടുക്കും. സ്നേഹോപകാരം കൊടുക്കാനായിട്ട് നമ്മുടെ അച്ഛനും പരസ്പരം അറിയാൻ പാടില്ലാത്ത ഒരുപാട് പേരുണ്ടായിരുന്നു. ഇപ്പോഴും ഉണ്ട്. പലർക്കും പലരെയും അങ്ങോട്ട് ഇടുന്നത് അതാണ്. എല്ലാവർക്കും മുഖം കണ്ട് പരിചയമുണ്ട്. എല്ലാവരും അങ്ങോട്ട് ഇടുന്നത് ആരാണ് എന്താണ് എന്നറിയാൻ പാടില്ലാത്ത. അപ്പം അന്ന് ഊണും കഴിഞ്ഞ് എല്ലാവരും പകുതിയിലേറെ പേര് ഊണ് കഴിഞ്ഞ സമയത്ത് തീരുമാനമായി പോയി. അപ്പം ഈ സമയത്ത് ഇനിയിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നവർ ബാക്കി പോയവരുപാട് ഇന്നലെ നിൽക്കുന്ന ആൾക്കാർ, അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാൻ പാടില്ലാത്ത ആൾക്കാർ പരസ്പരം പരിചയപ്പെടുന്നതിന് വേണ്ടി
അല്പസമയം ശ്രദ്ധിക്കുക. ഇവിടെ വന്നിരുന്ന പറയുന്നതിന് കുഴപ്പമില്ല. ഇനി അവിടെ നിന്നുകൊണ്ടാണെങ്കിലും പറയുന്ന കുഴപ്പമില്ല. എൻ്റെ അടുത്തിലാണ്, ഇന്നയാളുടെ മോളാണ്, അല്ലെങ്കിൽ ഇന്നയാളുടെ വരുമോളാണ് എന്ന് പറയുന്നയാൾക്ക്, അല്ലെങ്കിൽ ഇന്നയാളുടെ മോനാണ് എന്ന് പറയുന്നയാൾക്ക് ആരും വിഷമിക്കേണ്ട കാര്യമില്ല. നമ്മുടെ കുടുംബത്തെ കാര്യമാണ് പറയുന്നത്. നമ്മൾ പുറത്താരുമല്ല, ഇത് പുറത്തുനിന്ന് ആരുമില്ല. ഇവിടെ നമ്മുടെ ആൾക്കാർ മാത്രമേ ഉള്ളൂ, നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ആൾക്കാർ മാത്രം. പക്ഷേ കുടുംബത്തിൽപ്പെട്ടവരാണെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അന്യം പോകാം. നമ്മൾ വഴി വെച്ച് കണ്ടാലും കണ്ട പരിചയം മാത്രമേ ഉള്ളൂ. പക്ഷേ എവിടുത്തെയാണ് അവളെ വിളിക്കുകയാണ്, അവനെ വിളിക്കുകയാണെന്ന് ചോദിക്കേണ്ട ഒരു അവസരം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഇത് പറയുന്നത്. എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ പറഞ്ഞു തീർക്കുക. എല്ലാവരും അങ്ങോട്ട് പറയാനുള്ളവരും ഇവിടെ വന്ന് എനിക്ക് പറയാനുള്ളവർക്കും ഇവിടെ വന്നെന്ന് പറയാം. അപ്പോൾ അത് അവർക്കും വരാനായിട്ട് സാധിച്ചില്ല. പകരം എല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പം ഇവിടെ ആയിരിക്കാൻ പറ്റിയതിൽ ഹൃദ്യമായ സന്തോഷമുണ്ട്. അപ്പോൾ എന്നെ ഈ കർത്തവ്യത്തിനോട് ക്ഷണിച്ചതിന് ആക്സെൻറ്റായിട്ടുള്ള ഹൃദ്യമായി ഞാൻ നന്ദി പറയുന്നു. പള്ളിയിൽ വിശ്വാസോത്സവം നടക്കുന്നത് കൊണ്ടും പിള്ളേർ എന്നെ വെയിറ്റ് ചെയ്യുന്നതായതുകൊണ്ടും ഞാൻ കുറച്ച് സമയത്തേക്ക് അവർ പോവുകയാണെന്നുള്ള കാര്യം അറിയിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഹൃദ്യമായ ഈസ്റ്റർ ആശംസകൾ നേരുന്നു. പ്രസംഗനെ വിദേശത്തു നിന്ന് നമ്മളെ വിളിച്ചിട്ട് ആശംസകൾ പറയാൻ ആഗ്രഹിക്കുന്നു. ഈ വീട്ടിൽ നമ്മുടെ ആവശ്യമുള്ള സൗകര്യങ്ങൾ ചെയ്തു തരികയും ആവശ്യമായ പല പ്രാവശ്യം പല സ്ഥലത്തു നിന്നും കാര്യങ്ങൾ പറയുകയും ചെയ്തുകൊണ്ടിരുന്ന ബിജു നമ്മളെ അഭിസംബോധന ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ആ വാക്കുകൾ നമുക്ക് ഏതാനും സമയത്തുള്ള ശ്രദ്ധിക്കാം. ആശംസകൾ അർപ്പിക്കുന്നതിനായിട്ട് ഡിഗ്രി ജോസഫ് നെല്ലുവേലിയെ ആദരവുകൾ ക്ഷണിച്ചുകൊള്ളുന്നു. എന്റെ ഓർമ്മ വെച്ച കാലം തൊട്ട് കണ്ട മുഖങ്ങൾ മാത്രമാണ് കഴിഞ്ഞ കുടുംബസംഗമത്തിലും രണ്ടാമത് നടക്കുന്ന ഈ കുടുംബസംഗമത്തിലും എനിക്ക് കാണുവാൻ സാധിച്ചത്. കാരണം പരിചയമുള്ള മുഖങ്ങൾ മാത്രമേ, പരിചയമില്ലാത്ത മുഖങ്ങളൊന്നും തന്നെ ഇല്ല. എന്നാൽ പരിചയമില്ലാത്ത മുഖങ്ങളെ പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ് ഈ കുടുംബസംഗമം ഇവിടെ നടത്തുന്നതും നടത്താൻ തീരുമാനിച്ചതുമൊക്കെ. നമ്മുടെ പുതിയ തലമുറ ആരും തന്നെ ഇതിനോട് ഒരു താല്പര്യം കാട്ടാത്തതും ഇവിടെ വന്ന് ആൾക്കാരെ പരിചയം, നമ്മുടെ ബന്ധുക്കളെ സ്വന്തം വഴിയിലെവിടെങ്കിലും വെച്ച് ആരെങ്കിലും പെമ്പിളേരെ ഒന്നും അറിയാതെ മുട്ടിപ്പോയി കണ്ണുപിടിക്കൽ അടി കിട്ടും. പറഞ്ഞിട്ട് അവസാനം പറഞ്ഞ് ചെല്ലുമ്പോൾ വലിയ കുഞ്ഞുമോന്റെ മോളായിരുന്നു പറയും. ഇവിടെ പറഞ്ഞ ഇങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. ഈ കുടുംബസംഗമത്തിന്റെ കാരണങ്ങൾ നിങ്ങൾ മാതാപിതാക്കൾ, ഈ വളർന്നു വരുന്ന തലമുറയ്ക്ക് വേണ്ടി പറഞ്ഞു കൊടുക്കേണ്ടത് ഈ മാതാപിതാക്കളാണ്. മഹാത്മാഗാന്ധി പറഞ്ഞിരിക്കുന്നത് വീടാണ് യൂണിവേഴ്സിറ്റി എന്നാണ്. വീട്ടിൽ നിന്നാണ് പഠിക്കേണ്ടത്. ഇത് വീട്ടിൽ നിന്നും പഠനമില്ല എന്നുണ്ടെങ്കിൽ പുറത്തും പഠനമൊന്നും നടക്കാൻ പോണില്ല. വീട്ടിൽ നിന്ന് പഠിച്ചുകൊണ്ട് വരുന്നത് മാത്രമാണ് എവിടെയും നമ്മൾ കാണിക്കുന്നതും ആദരിക്കുന്നതും. ഈ കുടുംബസംഗമം നടത്തുവാൻ വേണ്ടി എനിക്ക് ഒരു അവസരം, ആശംസ അർപ്പിക്കാൻ വേണ്ടി എനിക്ക് അവസരം തന്നതിന് ബഹുമാനപ്പെട്ട ഇതിന്റെ സംഘാടകൻ ആൻസന് ഒത്തിരി നന്ദി ഞാൻ പറയുന്നു.
കൂടാതെ ആൻസന്റെ കൂടെയുള്ള എല്ലാ ടീമിനും ഞാൻ എൻ്റെ നെടുവേലി കുടുംബത്തിന്റെ എല്ലാവിധ മംഗളങ്ങളും നേരുന്നു. മുന്നോട്ടും ഇതുപോലെയുള്ള കുടുംബയോഗങ്ങൾ നടക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പരിചയപ്പെടുത്തുവാണ്. മത്തായി അന്ന ദമ്പതികളുടെ 11ാമത്തെ മകൾ ഏലമ്മ ചമ്പക്കുളത്തിന്റെ മൂത്ത മകൻ അപ്പച്ചൻ ചമ്പക്കുളമാണ് ഞാൻ. ഒരു പ്രത്യേക കാര്യം പറയാനുള്ളത്, നമ്മളൊക്കെ ഈ വലിയ വലിയ പള്ളിപ്പെരുന്നാളുകളിലും അമ്പലത്തിലെ ഉത്സവങ്ങളിലൊക്കെ പങ്കെടുക്കുന്നതാണ്. ആ സംസ്കാരമാണ് നമുക്ക് അടിസ്ഥാനപരമായിട്ടൊന്ന് ഉള്ളതെന്ന് അറിയാം. അതായത് പള്ളിക്കകത്ത് കുർബാന, പാട്ട് കുർബാന, പിന്നെ അതുപോലെ ലതീജ്, അങ്ങനെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കും. കുറച്ച് പേര് അവിടെ ഉണ്ടാവും. ഭാഗ്യം കുറച്ച് പേര് വന്നിട്ട് അവിടെ താഴെയുള്ള കച്ചവടക്കാരൻ്റെ അടുത്ത്, വട്ടിക്കടക്കാരൻ്റെ അടുത്ത് ഇങ്ങനെ തെണ്ടിത്തെറി നടത്തും. അതാണ് പെരുന്നാൾ എന്ന് പറഞ്ഞ പോലെ. നമ്മുടെ ആകപ്പാടെ 10-50 പേരെ ആകെയുള്ളൂ. വന്നിട്ടുള്ളതിലെല്ലാവരും വന്നിട്ട് വേറെ പരിപാടികളാണ്. ഈ പരിചയപ്പെടാൻ വേണ്ടി ഒരു സമയം തരും. ആ സമയത്ത് നമ്മൾ പരിചയപ്പെടുക. അത് കഴിഞ്ഞിട്ട് നിങ്ങളെ പുറത്തേക്ക് വിടുന്ന സമയത്ത് നിങ്ങൾ വർത്തമാനം പറയുകയോ ചിരിക്കുകയോ കളിക്കുകയോ കെട്ടിപ്പിടിക്കുകയോ ഒക്കെ ചെയ്തോ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മളിവിടെ ഒരു പരിപാടി അവതരിപ്പിക്കുമ്പോൾ കുറച്ച് പേര്, ആണുങ്ങളൊക്കെ ആണെങ്കിൽ റോഡിലായിരിക്കും, പെണ്ണുങ്ങളാണെങ്കിൽ കസേര വട്ടം കൂടിയിട്ട് വർത്താമായിരിക്കും. അതില്ലാതെ അതിനെ നമ്മൾ ഈ പരിപാടി തീരുന്നത് വരെ സഹകരിക്കുകയും അങ്ങനെയൊക്കെയല്ലേ നമ്മൾ കാര്യം പങ്കെടുക്കണ്ടേ. വെറും പള്ളിപ്പെരുന്നാൾ പോലെ ആക്കിക്കളയായിരുന്നു. ഞാൻ വല്യാറി അന്തമ്മയുടെ 4ാമത്തെ മകളാണ്. എൻ്റെ ഭർത്താവാണ്. കുഞ്ഞുമാണെന്നാണ് പേര്. എന്നെ കെട്ടിച്ചിരിക്കുന്ന കൊളുങ്ങലിലാണ്. എനിക്ക് 2 മക്കളുണ്ട്. 2 പേര് വിവാഹിതരാണ്. മൂത്തയാൾക്ക് 2 മക്കളുണ്ട്. 2 പേരും ഖത്തറിലാണ്. ഒരുപാട് മുഖങ്ങൾ ഇവിടെ ഉണ്ടായിരിക്കും. എന്നെ ആരാണ് എന്താണെന്ന് എല്ലാവർക്കും അറിയാൻ പറ്റത്തില്ല. ഞാൻ വല്യാറ് കുടുംബത്തിലെ മൂത്ത മകളുടെ മകനാണ്. എൻ്റെ അമ്മയൊക്കെ മരിച്ചുപോയി. ഞങ്ങളുടെ ചെറുപ്പകാലത്ത് സ്കൂള് അവധിക്ക് വെല്ലാറപ്പറമ്പ്, അന്ന് വെല്ലാറക്കുടുമ്പ ആ പറമ്പിൽ ഒരു വീട് മാത്രമേ ഉള്ളൂ. ആ പറമ്പ് മുഴുവൻ ഞങ്ങൾ കിളച്ച് പറിക്കുമായിരുന്നു. ഞങ്ങളുടെ വല്യമ്മയ്ക്ക് കൊച്ചുമക്കളെ വളരെ കാര്യമായിരുന്നു. സ്കൂള് അടയ്ക്കുമ്പം അവിടെ ചെന്നില്ലെങ്കിൽ വല്യമ്മ തിരക്കി അങ്ങോട്ട് വരുമായിരുന്നു. അന്നിത്ര യാത്രാ സൗകര്യങ്ങളോ ഫോണോ അങ്ങനെയുള്ള സൗകര്യങ്ങളൊന്നും ഇല്ല. ആ കാലത്ത് സ്നേഹത്തെപ്പറ്റി നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഇവിടെ നിന്ന് അച്ഛൻ ആര്യാട്ട് പക്കച്ചായൻ്റെ ഒരു മകളാണ്, 2ാമത്തെ മകൾ ആനിമ്മയുടെ ആനിമ്മ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരുന്നു. അച്ഛൻ്റെ അമ്മ 2ാമത്തെ മകൾ ആനിമ്മ എല്ലാ വീടുകളിലും എല്ലാ പരിപാടികൾക്കും എല്ലാം വരുമായിരുന്നുണ്ട്. ആനിമ്മേനെ പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമായിരുന്നു. അന്നത്തെ ഞങ്ങളുടെ പ്രായക്കാർക്കെല്ലാം വല്ലാതെ വന്നാലും മറ്റു വീടുകളിൽ വന്നാലും. അപ്പം ഈ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കണം. അല്ലെങ്കിൽ ഇനി വളരെ ശുഷ്കമായിക്കൊണ്ടിരിക്കുന്ന കാലം. 1ഉം 2ഉം പേര്. ഞങ്ങൾ 5 മക്കളുണ്ടായിരുന്നു. ഇപ്പം എനിക്ക് 2 മക്കളേ ഉള്ളൂ. അവർ സ്ഥലത്തില്ല. അവരും പരസ്പരം പോയിക്കൊണ്ടുള്ള കാഴ്ചകളാണ്. അപ്പം അങ്ങനെയുള്ള കാലത്ത് നമ്മളെ കുടുംബസംഗമം അല്ലെങ്കിൽ ഇതുപോലുള്ള മീറ്റിങ്ങുകൾ വളരെ അത്യാവശ്യമാണ്. ഇന്നിപ്പോൾ ആൾ കുറഞ്ഞു പോയിരുന്ന സംഘാടകർക്ക് പരിഭവമുണ്ട്. അത് ഒരു പരിഭവമായിട്ട് കണക്കാക്കരുത്. ഇത് വളരെ വിജയമായിട്ടാണ് ഞാൻ എൻ്റെ ഇതിൽ കാണുന്നത്. ഞങ്ങളുടെ കുടുംബം 20ാമത്തെ വർഷം ആണിപ്പോൾ. അടുത്തത് 21ാമത്തെ മീറ്റിങ്ങാണ്. അപ്പം എന്നിട്ട് പോലും ആദ്യത്തെ അത്രയും അതിൻ്റെ വലിയ ആളുകളില്ല. പക്ഷേ എല്ലാ മാസവും ഞങ്ങൾ കൂടും ഒരു വീട്ടിൽ. അതിനകത്ത് എല്ലാവരും ഉണ്ട്, മാറി ആളുകൾ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഈ വീട്ടിലെ പിള്ളേർക്ക്, അതായത് കൂടുന്ന വീട്ടിലെ കുട്ടികൾക്ക്, അവിടുത്തെ സ്ത്രീകൾക്കും ഒക്കെ പരസ്പരം അറിയാൻ പറ്റും. കുറച്ച് ബന്ധങ്ങളുണ്ട്. അല്ലാതെ നമ്മൾ
എന്നെ അറിയാവുന്ന കുറച്ച് പേരുണ്ട്, എനിക്കറിയാവുന്ന കുറച്ച് പേരുണ്ട്. എനിക്കും എല്ലാവരും ഒന്നും അറിയത്തില്ല, ബന്ധങ്ങളായിരുന്നു. ഇപ്പം തന്നെ ആലപ്പുഴയിൽ ചായം വന്ന് പരിചയപ്പെട്ടു, ഞാനും കൂടെ അല്ലാത്ത പലർക്കും പലരെയും കണ്ടിട്ടുണ്ട്, നമ്മുടെ ബന്ധത്തിലാണ് എന്നറിയാം, പക്ഷെ ആരാന്നറിയുന്നത്. ഇപ്പം ഒരു ഉദാഹരണം, ഇപ്പം ഈ നമ്മുടെ ഒരു സഹോദരിയുടെ മകളെ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ മകൻ കല്യാണം ഉറപ്പിച്ച് വെച്ചിരിക്കുകയാണ്. ആ പുള്ളി എന്നോട് വന്ന് പറഞ്ഞ് ഞങ്ങൾ അത്രയും ഒരു കല്യാണമൊക്കെ ശരിയാക്കിയിട്ടുണ്ടെന്നൊക്കെ പറയും. പക്ഷേ ഇന്ന് അവൾ പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത് ഈ കല്യാണമാണ് അവിടെ നടക്കാൻ പോകുന്നത്. അത് വളരെ സന്തോഷമുള്ളൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. അതെന്ന് വന്നിട്ട് പറയും. അത്തരം കാര്യങ്ങൾ നമ്മൾ പറയുകയും അറിയുകയും ചെയ്ത് കഴിഞ്ഞാൽ അതിന് പ്രസക്തിയുണ്ട്. നമസ്കാരം, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എന്നെ കുറേ അധികം പേർക്ക് അറിയാമായിരിക്കും. എൻ്റെ പേര് സ്റ്റീഫൻ. ഞാൻ വലിയറ അപ്പച്ചാൻ്റെ മൂന്നാമത്തെ മോൻ, തങ്കച്ചൻ്റെ മൂത്ത മോനാണ്. കത്തമ്പള്ളിയിലാണ് താമസിക്കുന്നത്. ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് സിനിമാ ഫീൽഡിലാണ്. കേരളത്തിൽ പിന്നെ കല്യാണം കഴിഞ്ഞു. വൈഫ് തൃശ്ശൂരിൽ നിന്നാണ്. വൈഫിൻ്റെ പേര് വിഷി. വൈഫും കൊച്ചും ഇപ്പോൾ വൈഫിൻ്റെ വീട്ടിലാണ്. ഇത്രയൊക്കെ ഉള്ളൂ. എൻ്റെ പേര് റെജി. ഞാൻ കണ്ണത്തേരി കുരിച്ചൻ്റെ രണ്ടാമത്തെ മോളാണ്. എൻ്റെ മോനിന്ന് ബിബിൻ. അവൻ സെമിനാരി 6ാം വർഷ വിദ്യാർത്ഥിയാണ്. എനിക്ക് 2 മക്കളാണ്. മൂത്തത് ഡിഗ്രി കഴിഞ്ഞ് ഇപ്പം ചെറിയൊരു ജോലിയുണ്ട്. ഞാൻ എന്നെ കെട്ടിച്ചിരിക്കുന്നത് ഇത്തിത്താനത്താണ്. എൻ്റെ ഹസ്ബൻഡിന് ബിസിനസ്സിനാണ് ചങ്ങനാശ്ശേരിയിൽ. ചങ്ങനാശ്ശേരി ബസ് സ്റ്റാൻഡിൽ ആണ് കട. ഒരുമാതിരിപ്പെട്ട നമുക്ക് അറിയാമെന്ന് തോന്നുന്നു. ഇവിടെ എല്ലാ പരിചയമുള്ള മുഖങ്ങളാ. ഇല്ലേ, അറിയത്തില്ലേ? വെള്ളം കുടിച്ചിട്ട് പൈസ കൊടുത്താൽ മതി. അത്രേ ഉള്ളു. ആ, നമ്മുടെ കടയുടെ തൊട്ട് വാതിക്കലാണ് പായിപ്പാട് സൈഡിലോട്ടുള്ള ബസ് ഇരിക്കുന്നത്. കയ്യെത്തുന്ന ദൂരത്ത്. ആ, വണ്ടിയിൽ ഇരുന്നുകൊണ്ടൊക്കെ എല്ലാവരും വെള്ളം കുടിക്കാറുണ്ട്. പറഞ്ഞത് തന്നെ ഇതിൻ്റെ എന്താണ്. പിന്നെ ഞാൻ പഠിക്കുന്നത് നാഗ്പൂർ സെൻറ് ജോർജ് സെമിനാരിയിലാണ്, മഹാരാഷ്ട്രയിലാണ്. ഞാനിപ്പോൾ 6 വർഷം പൂർത്തിയാക്കി 7ാം വർഷത്തിലോട്ട് കയറി. ഞാൻ ഇറ്റാവ മിഷന് വേണ്ടിയാണ്, ചങ്ങനാശ്ശേരിയുടെ തന്നെ UP-യിലുള്ള ഇറ്റാവ മിഷന് വേണ്ടിയാണ്. സത്യം പറഞ്ഞാൽ ശംഷാബാദ് രൂപതയുടെ കീഴിലാണ്. പക്ഷെ അച്ഛന്മാർ നമ്മുടെ ചങ്ങനാശ്ശേരി അതിരൂപതയുടെയാണ്. അപ്പോഴേക്കും ഇറ്റാവ മിഷന് വേണ്ടിയാണ് ഞാൻ പഠിക്കുന്നത്. ഞാൻ ഞായറാഴ്ച രാവിലെ തന്നെ പോകും. അവസാന ഞായറാഴ്ച വന്നതായിരുന്നു. ഇപ്പോൾ ശംഷാബാദിലോട്ട് പോകാം. എല്ലാവരും വരിക. കാരണം ഉച്ച കഴിയുമ്പം ഉച്ചയാകുമ്പോൾ എല്ലാവരും സ്ഥലങ്ങളാ നിൽക്കുന്നത്. അല്ല ഓണമല്ല. കല്യാണ അന്തപ്പൻ്റെ മകൻ്റെ മൂത്ത മകൻ്റെ ഭാര്യയാണ്. ഞങ്ങൾക്ക് 2 പെൺപിള്ളേരാണ്. ഒരാൾ റാസൽ കൈമയിൽ നേഴ്സായി വർക്ക് ചെയ്യുന്നു, ഒരാൾ കോട്ടയത്ത് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. ലീലാമ്മ. അന്തപ്പൻ്റെ 5ാമത്തെ മകളാണ്. എൻ്റെ പേര് റോസമ്മ. എന്നെ കെട്ടിച്ചിരിക്കുന്നത് വച്ചേരാണ്. എനിക്ക് 2 മക്കളാണ്. ഒരാൾ നേഴ്സും ഒരാൾ ഡിവൈൻ ജോലിയായിരുന്നു. ഇപ്പോൾ അവിടെ പുസ്തകത്തിന് വേണ്ടി വന്നിരിക്കുന്നു. പഠിച്ചതാണ്. അവൻ ജോലി ഉണ്ടായിരുന്നു. ഇപ്പോൾ അവൻ നടത്തുന്നത്. വിദ്യാലയ അപ്പച്ചൻ്റെ 5ാമത്തെ മകളാണ്. എന്നെ കുളമൂരിലാണ് പഠിച്ചിരിക്കുന്നത്. പേര് ലൈസമ്മ. 3 മക്കളാണ്. മൂത്തത് പെൺകുട്ടി, ഇളയത് 2 ആൺപിള്ളേർ. പെൺകുട്ടി കുവൈറ്റിൽ ജോലി ചെയ്യുന്നു, ഫാമിലി. മൂത്ത മകന് 3 കുട്ടികളുണ്ട്. അവർ UK-യിലാണ്. 3ാമത്തെ മകൻ ദുബായിലാണ്. അവരുടെ ഫാമിലി അവിടെയാണ്. ഒരു പെൺകുട്ടിയുണ്ട്. കാണുന്നില്ല. ഞാൻ നെയ്യാതെ അന്തപ്പൻ്റെ 3ാമത്തെ മകള് സാരമ്മ. എന്നെ കെട്ടിച്ചിരിക്കുന്ന പുതുക്കൽ
പരിചയപ്പെടേണ്ട കാര്യമില്ല എന്ന് തന്നെയാണ് ഞാൻ ധരിച്ചിരിക്കുന്നത്. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും എന്നെ അറിയാമെന്നും എന്നോട് ചോദിച്ച് മറ്റുള്ളവരെ പരിചയപ്പെടാൻ ആഗ്രഹിക്കുന്നുവെന്നും ഒക്കെയുള്ള ചിന്തയാണ് എനിക്കുള്ളത്. അപ്പോൾ ഞാനിവിടെ ഈ കയറി എന്നെ പരിചയപ്പെടുത്താൻ ആഗ്രഹിച്ചിരുന്നിട്ടല്ല ഞാനിവിടെ കയറി നിൽക്കുന്നത്. ജോൺസൺ വന്നു, അല്ല ആൻസൺ വന്നു, എന്നെ നിർബന്ധിച്ചിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ എൻ്റെ പേര് എൻ്റെ മക്കളിൽ ഒരാളിവിടെ വന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ അത് പറയാൻ നിർബന്ധിതൻ ആയിരിക്കുവാണ്. എൻ്റെ പേര് കുഞ്ഞച്ചൻ എന്ന് വിളിക്കുന്ന ചാക്കോ മാത്യു. വല്യാറ നിന്ന് കണ്ണത്തുശ്ശേരിയിലോട്ട് താമസം മാറ്റി ജീവിക്കുന്നു. വല്യാറ മത്തായിച്ചൻ്റെ ആൺമക്കൾ മൂന്നാമത്തെ മക്കളിൽ മകൻ ചാക്കോ എന്ന പേരുള്ള ആളിൻ്റെ മൂത്ത മകനാണ് ഞാൻ. എൻ്റെ അമ്മ എടത്തുവ സ്വദേശിയാണ്. എനിക്ക് മക്കൾ കുറവല്ല, 7 പേരുണ്ട്. എൻ്റെ മക്കളിൽ 4ാമത്തെ ആളാണ് മുംബൈയുടെ കുഞ്ഞച്ചൻ്റെ മകളാണെന്ന് പറഞ്ഞത്. അതിൻ്റെ മൂത്തത് 3 പേരും അതിൻ്റെ ഇളയത് 3 പേരും ഉണ്ട്. അവരെയൊക്കെ പ്രത്യേകം ഞാൻ എടുത്ത് പരിചയപ്പെടുത്തേണ്ടതായ ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. എങ്കിലും ഞാനത് പൂർത്തിയാക്കുന്നതിന് അത് പറയാൻ കൂടി ആഗ്രഹിക്കുന്നു. ഡിൻസൺ മൂത്ത മോനാണ്. ഡിൻസൺ ഇപ്പോൾ കുവൈറ്റിലാണ്. 25 വർഷത്തിലധികമായി അവൻ കുവൈറ്റിൽ ജോലി ചെയ്യുന്നു. അവൻ്റെ ഭാര്യയും അവൻ്റെ കൂടെ തന്നെയുണ്ട്. അവന് ഒരു മകനും ഒരു മകളുമാണ്. മകൻ ഇപ്പോൾ എവിടെ കാനഡയിലാണ് മകൻ. മകള് ഇപ്പോൾ പഠനം പൂർത്തിയാക്കി, നഴ്സിംഗ് പഠനം പൂർത്തിയാക്കി ഇപ്പോൾ അപ്പൻ്റെ അമ്മയുടെയും കൂടെ ഉണ്ട്. ഈ ദിവസങ്ങളിലൊക്കെ വലിയ വിഷമത്തിലായിരുന്നു, മനോവേദനയിലായിരുന്നു. എപ്പോഴാണ് മിസൈൽ വന്ന് തലയ്ക്കും കൂടി വീഴുന്നതെന്ന് അറിയാൻ പാടില്ലാതെ ഏതായാലും ഒരു ചെറിയ ആശ്വാസം തൽക്കാലം അവർക്ക് കിട്ടിയിട്ടുണ്ട്. ഡിൻസൻ്റെ ഇളയത് ജിജിയാണ്. ജിജിയെ മാമ്പഴക്കിൽ കെട്ടിക്കുമെങ്കിലും അവരിപ്പോൾ തൃക്കടിത്താനത്താണ് താമസിക്കുന്നത്. ജിജിയുടെ ഇളയത് ജോബൻ ഇപ്പോൾ ഖത്തറിലാണ്. അവൻ്റെ ഭാര്യയും 3 ആൺമക്കളുണ്ട്. അവർ 3 പേരും ഖത്തറിലാണെങ്കിലും അതിൽ മൂത്തവനെ ജൂവൽ എന്നാണ് പേര്. അവനിപ്പോൾ ഓസ്ട്രേലിയയില്ല. അതിൻ്റെ താഴെ 2 ആൺപിള്ളേരും കൂടെ ഉണ്ട്. അവർ അപ്പൻ്റെ അമ്മയും കൂടെ ഇടയും കൂടെ ഖത്തറിൽ തന്നെ കഴിയുന്നു. ഇതുവരെ വലിയ കുഴപ്പമില്ലാതെയൊക്കെ പോകുന്നു. അവരുടെ അടുത്ത് മിസൈലൊക്കെ വന്ന് വീണായിരുന്നു. ഈ ദിവസങ്ങളിൽ അവരും ഭയപ്പെട്ട ശങ്കയോടുകൂടെയൊക്കെ ഇരിക്കുകയായിരുന്നു. കുറേ ഒക്കെ അത് മാറിയിട്ടുണ്ട്. ഈ ദിവസങ്ങളിൽ ഞാൻ ഫോണിൽ സംസാരിച്ചപ്പോൾ അവനോട് ഞാൻ ചോദിച്ചു, ഈ മിസൈൽ വിട്ട അവസ്ഥയെക്കുറിച്ചും അതിൻ്റേതായ ഭയത്തെക്കുറിച്ചുമൊക്കെ ഞാൻ അവനോട് ചോദിച്ചത്. എന്നോട് അവൻ പറഞ്ഞ മറുപടി അതൊരു ഹൃദയസ്പർക്കായ കാര്യമാണ് എന്നുള്ളത് കൊണ്ട് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു. അതിന് ഞാനൊരു ഉദാഹരണവും പറഞ്ഞു. ഹൃദയസ്പർക്കായ അവൻ്റെ ആ മറുപടി, അവനും ഭാര്യയും മക്കൾ 2 പേരും അവിടെ തന്നെ ഉണ്ട്. അവർക്ക് ഭാര്യയ്ക്കല്ലാത്ത എല്ലാവർക്കും വേണമെങ്കിൽ അവിടുന്ന് ഏത് സമയത്തും ഇങ്ങോട്ട് പോരാൻ കഴിയും. പക്ഷെ ഞങ്ങളങ്ങനെ പോകുന്നില്ല. ഞാനും മക്കളും പറഞ്ഞു, അമ്മയെ ഇട്ടിട്ട്
പോകുന്നില്ല എന്ന് പറഞ്ഞു. ഇത് ഞാൻ പറയുമ്പോൾ എൻ്റെ കുടുംബത്തെപ്പറ്റി ഞാൻ ഒത്തിരി അഭിമാനം കൊള്ളുന്നുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ 1 മെയ് കണക്കാക്കുന്ന മക്കളും കുടുംബാംഗങ്ങളുമൊക്കെയാണ് നമുക്ക് ഉള്ളതെന്ന് ഞാൻ അവനോട് അതിന് സാദൃശ്യമായിട്ട് ഒരു മറുപടിയും പറഞ്ഞു. ടൈറ്റാനിക് മുങ്ങിയപ്പോൾ ഭാര്യയും ഭർത്താവും ഉണ്ടായിരുന്നു. അപ്പോൾ എന്നോട് ചോദിച്ചു, ടൈറ്റാനിക് എന്നാണ് മുങ്ങിയത്? 1912 ഏപ്രിൽ മാസം 14-ാം തീയതിയാണ് ടൈറ്റാനിക് മുങ്ങിയത്. അന്ന് ആർക്കും പ്രതീക്ഷയില്ലാത്ത ഒരു കപ്പൽ അപകടമായിരുന്നു. കാര്യം ഒരിക്കലും അതിന് ദോഷമൊന്നും വരാത്ത വലിയ ഒരു കപ്പല് വളരെ ഉറപ്പായിട്ട് വീണത് കന്യയാത്ര പുറപ്പെടുന്ന ആ സമയത്താണ്. ആ യാത്രയിലാണ് അവർക്കത് സംഭവിച്ചിട്ടുള്ളത്. ആ കന്യയാത്രയിലെ അവർ, ക്ഷമിക്കണം ഞാൻ ദീർഘിപ്പിച്ചു പോകുന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ നിർത്തിയേക്കാം. ആ കന്യയാത്രയിൽ ടൈറ്റാനിക് മുങ്ങുമെന്നൊരു വിചാരവുമില്ലായിരുന്നു. 3000 യാത്രക്കാർക്ക് സുഖമായി സഞ്ചരിക്കാൻ കഴിയുന്ന ആ കപ്പലിൽ അതിൻ്റെ സുരക്ഷിതത്വം കൊണ്ട് മാത്രം 700 പേർക്ക് അപകടം വന്നാൽ രക്ഷപ്പെടാനുള്ള അവസ്ഥ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ലൈഫ് ബോട്ടുകൾ, ആ ലൈഫ് ബോട്ടുകൾ 700 പേരെ ഉൾക്കൊള്ളാനേ സാധ്യമായിരുന്നുള്ളൂ. അങ്ങനെ 700 പേരെ കയറ്റിയ കൂട്ടത്തിൽ സ്ത്രീകളാദ്യം കുഞ്ഞുങ്ങളും കയറട്ടെ എന്ന് ആജ്ഞാപിച്ചു. അപ്പോൾ ആ ഒരു സ്ത്രീ പറഞ്ഞു, 40 വർഷമായി ഞങ്ങൾ ഒന്നിച്ച് ജീവിച്ചിരിക്കുകയാണ്. ഈ മരണത്തിൽ ഞങ്ങൾ വേർപെടുന്നില്ല. ഞങ്ങളും ഒന്നിച്ച് തന്നെ മരിച്ചു കൊള്ളാവുന്നത്. ഇത് നിങ്ങൾക്ക് പ്രചോദനമാകട്ടെ എന്നുള്ള ആ ഒരു ചിന്ത കൊണ്ടാണ് ഇത്രയും ദീർഘിപ്പിച്ച് ഇത് പറഞ്ഞത്. അങ്ങനെ അവർ 2 പേരും ആ അപകടത്തിൽ മരിച്ചു. അറ്റാൻറ്റിക് മഹാസമുദ്രത്തിൽ മുങ്ങിത്താണു എന്നുള്ളത് അതിൻ്റെ ഒരു കഥയാണ്. ഇപ്പം ഇത്രയും പറഞ്ഞപ്പോൾ ഞാൻ എപ്പോഴായത് നൃത്തം നൽകാൻ പാടില്ലല്ലോ എന്നൊക്കെ ചിന്തിക്കുന്നവരോട് ഞാൻ പറയുകയാണ്, ക്ഷമിക്കുക. പറയാൻ പറഞ്ഞതുകൊണ്ട് അത്രയും പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഈ കുടുംബ സംഗമം ഇത് സങ്കല്പിച്ച, അതിനുവേണ്ടി പ്രയത്നിച്ച, അതിനുവേണ്ടി ബുദ്ധിമുട്ടിയ നമ്മുടെ കുടുംബാംഗങ്ങൾ ആൻസൺ മുതൽ എല്ലാവർക്കും, ഭദ്രന്മാർ, അവർക്കും എല്ലാവർക്കും ആശംസകൾ നേർന്ന് ഇനിയും ഇപ്പോൾ ഒരഭിപ്രായം പറയാൻ ആവശ്യപ്പെട്ടു. ഇത് മുന്നോട്ട് പോകണമെന്ന് എൻ്റെ അഭിപ്രായം മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ്. എന്തിനാ വേണമെന്ന് വെക്കുന്നത്? കുഞ്ഞുങ്ങൾക്ക്, തലമുറകൾക്ക് പ്രയോജനമല്ലാതെ ദോഷമൊന്നും വരുന്നതല്ല. അതുകൊണ്ട് നിർത്തിക്കോണം എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ. നമസ്കാരം. ഞങ്ങൾ അടൂന്ന് വന്നതാണ്. അടൂര് വക്കച്ചൻ്റെ മകനാണ് രാജൻ. രാജൻ്റെ മൂത്ത പെങ്ങളുടെ മോനാണ് ജൂബി. ഇത് എൻ്റെ മമ്മി സൂസമ്മ. ഇതെൻ്റെ ഹസ്ബൻഡ് സജു വർഗീസ്. എൻ്റെ 2 മക്കൾ. എൻ്റെ പേര് ആശ. ഞാൻ സ്റ്റാഫ് നേഴ്സായിട്ട് ജോലി ചെയ്യണം അടൂർ ലൈഫ് ലൈൻ ഹോസ്പിറ്റലിൽ. എൻ്റെ മൂത്ത മോന് പോള് ഇനി 8ാം ക്ലാസ്സിലോട്ട്, മോള് അനുഗ്രഹ ഇനി 3ാം ക്ലാസ്സിലോട്ട്. എൻ്റെ ഹസ്ബൻഡ് സജു വർഗീസ് ഗൾഫിലെ ജോലിയാണ്. ഇപ്പം ലീവ് വന്നിരിക്കുക. എൻ്റെ പേര് സജു, ആശരാസ്കനാണ്. ഞാൻ എല്ലാവരും ചോറാണ്. ഞാനും ഇതിൻ്റെ ആചാര്യനോടുള്ള. എൻ്റെ പേര് ജൂബി, ഞാൻ അടൂർ തന്നെയാണ്. ഞാൻ ഗൾഫിലായിരുന്നു. ഇപ്പം നാട്ടിൽ വന്നിട്ട് 10-20 വർഷമായി. നാട്ടിലെ ചെറിയ ചെറിയ കാര്യങ്ങളും കൃഷി കാര്യങ്ങളും ഒക്കെ എൻ്റെ മമ്മി
അമ്മയുടെ പേരും ഏലിയമ്മ. മണി എന്ന് പറയും, മണി ചേച്ചി എന്ന് പറഞ്ഞാൽ എല്ലാവരും അറിയത്തുള്ളൂ. ഇവർ രണ്ടുപേർക്കും വയ്യാത്തതുകൊണ്ട് യാത്ര ട്രാവലിംഗ് ബുദ്ധിമുട്ടാകുന്നുണ്ടാകാനുള്ളത്. ഇന്ന് ഞാനും എൻ്റെ മകനും വന്നിട്ടുണ്ട്. ആൾക്കാർക്ക് വരാനും മടിയൊക്കെ അതിനകത്ത് അവിടെ ഇമ്പോർട്ടൻസ് ആക്കി മൊബൈലൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. ഈ ജോബിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, അതായത് വക്കച്ചൻ പേരപ്പൻ്റെ രണ്ടാൺമക്കളുണ്ട്, പെൺമക്കളുമുണ്ട്. പെൺമക്കളുടെ മകനാണ്. അന്നേരം മറ്റുള്ളവരെക്കാളും കൂടുതൽ താല്പര്യം എടുത്തുകൊണ്ട് പലപ്പോഴും നമ്മൾ ജൂബിയായിട്ടാണ് ബന്ധപ്പെടുന്നത്. അപ്പോൾ കുടുംബത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് അകന്നകന്ന് പോവുകയാണ് ചെയ്യുന്നത്. പക്ഷേ എങ്കിൽ പോലും ആ അടുത്ത് നിൽക്കണമെന്നും കൂട്ടിച്ചേർക്കണമെന്നുള്ള താല്പര്യം കൊണ്ട് നമ്മൾ പലപ്പോഴും ചെയ്യുന്നത് ജൂബിയെ കുറിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ജൂബി ലോകത്തോട് ചെയ്യുന്നത്. അപ്പോൾ അക്കാര്യത്തിൽ ജൂബിയുടെ പ്രാധാന്യമാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ഓരോരുത്തരും പറയുമ്പോൾ ആ ബന്ധങ്ങൾ അകന്നു പോകുന്നതിൽ പോലും, പക്ഷെ അതിനേക്കാൾ അപ്പുറത്തെ സൗഹൃദത്തിൻ്റെ ഒരു പാതയിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ടാണ് ഇതൊക്കെ വേണ്ടി വരുന്നത്. ജൂബി അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. 11ാമത്തെ മകൾ മത്തായി അന്ന ദമ്പതികളുടെ 11ാമത്തെ മകൾ ഏലമ്മ ചെമ്പക്കുളത്തിൻ്റെ അടുത്ത തലമുറയാണിത്. ഞാൻ മൂത്ത മകൻ അപ്പച്ചൻ, എൻ്റെ ഭാര്യ. എൻ്റെ പേര് ഡേസി. എനിക്ക് 2 മക്കൾ, അനുമോൾ, ബിനിമോൾ. അനു ലക്നൗ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്യുന്നു. അവരുടെ ഹസ്ബൻഡും അവിടെ തന്നെ. 2 കുട്ടികൾ, ഒരാളും ഒരു പെണ്ണും. ഇളയ മോള് അവളെ അമേരിക്കയിലാണ് കെട്ടിച്ചത്. അവളിപ്പോൾ ചെന്നൈയിൽ നേഴ്സിംഗ് പഠിക്കുന്നു. ഞാൻ 2ാമത്തെ മകൾ പെണ്ണമ്മ. എൻ്റെ മുന്നേറ്റത്തിൽ കെട്ടിച്ചേർക്കുന്നു. എനിക്ക് 2 മക്കള്, ഒരാണും ഒരു പെണ്ണും. മോൻ ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിച്ച് തിരുവനന്തപുരത്ത് ജോലി ചെയ്യുന്നു. മരുമകള് ഫാഷൻ ഡിസൈനർ. മോള് MCom പാസ്സായിരിക്കുന്ന ജോലിയൊന്നും ആയിട്ടില്ല. മരുമകൻ ആർമിയിൽ. മോൻ്റെ ഞാൻ വെല്ലുപ്പൻ്റെ പേര് മത്തായി, മാമച്ചൻ എന്ന പേരിൽ അറിയപ്പെടും. എൻ്റെ ഭാര്യ കുഞ്ഞുമോള്, 3 ആൺമക്കള്. മൂത്തയാള് ദുബായിലാണ്. അവൻ പൊങ്ങെ മാറപ്പാട് കുടുംബത്തിൽ നിന്ന് കല്യാണം കഴിച്ചിരിക്കുന്നു. ഒരു കൊച്ചുണ്ട്, അവർ ദുബായിലാണ്. 2ാമത്തെ മകൻ അബുദാബിയിൽ, 3ാമൻ പ്രാക്ടീസ് ചെയ്യുന്നു. ഞാൻ ഏലമ്മയുടെ 4ാമത്തെ മകൾ അച്ചാമ്മ. എന്നെ കാഞ്ഞിരപ്പള്ളിയിൽ കെട്ടിച്ചിരിക്കുന്നു. 3 കുട്ടികളുണ്ട്. മൂത്തോള് അയർലൻഡിൽ ഫാമിലിയായിട്ട്, അവൾ നേഴ്സാണ്. അയർലൻഡിൽ ഫാമിലിയായിട്ട് വർക്ക് ചെയ്യുന്നു. 2ാമത്തെ ദുബായിൽ, കല്യാണം കഴിഞ്ഞിട്ടില്ല. 3ാമത്തെ കാരിത്താസ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു. എൻ്റെ പേര് കുഞ്ഞുമോൻ. ഞാൻ ഏലമ്മയുടെ 5ാമത്തെ മകൻ. എനിക്ക് 2 മക്കളാണ്, പെൺമക്കളാണ്. 2 പേരും BSc നേഴ്സിംഗ് കഴിഞ്ഞു. ഒരാൾ പുഷ്പൂരി ജോലി ചെയ്യുന്നു, ഒരാൾ ചിത്തിപ്പുഴ ജോലി ചെയ്യുന്നു. ഇതെൻ്റെ ഭാര്യ കുഞ്ഞുമോള്. ഇല്ലില്ല പറഞ്ഞു 2 പെൺമക്കളുള്ളത് കല്യാണം കഴിഞ്ഞിട്ടില്ല, പഠിച്ചിറങ്ങിയതേ ഉള്ളൂ. വിദേശത്ത് പോകാനൊക്കെ നോക്കിയിട്ടുള്ള കോഴ്സ് ചെയ്യാനൊന്നും ഓർത്തില്ല. അതുകൊണ്ട് ഇപ്പോൾ ഒരു പുഷ്പേരിൽ ചിത്രപ്പള്ളിയായിട്ട് ജോലി ചെയ്യുന്നു. ഒരാൾ ട്രെയിനിയായിട്ട് പഠിച്ചിറങ്ങിയതേ ഉള്ളൂ, മറ്റേ ആൾ 1 വർഷം കഴിഞ്ഞു. പോലീസിൽ പോലീസ് സ്റ്റേഷനിൽ ജോലി ചെയ്യുന്നു, പട്ടാളം പോലീസ്. ഞാൻ ലാലിച്ചൻ, അവതക്കുട്ടി ഏലമ്മ ദമ്പതികളുടെ ഇളയ മകൻ ലാലിച്ചൻ. എൻ്റെ ഭാര്യ സ്വപ്ന ലാലിച്ചൻ പുയ്യപ്പള്ളി കുടുംബാംഗമാണ്. എൻ്റെ മൂത്ത മകൾ KPMG ജോലി ചെയ്യുന്നത് എറണാകുളത്ത്. 2ാമത്തെ മകൾ PG കഴിഞ്ഞിട്ട് നിൽക്കുന്നു. മോഹൻ B.Tech പഠിക്കുന്നു. ഞാൻ പട്ടാളത്തിലായിരുന്നു, ഇപ്പം ഇവിടെ തന്നെ ഉണ്ട്. ഞങ്ങൾ 3 പേരും പട്ടാളക്കാരായിരുന്നു. ഇപ്പോൾ അതിൽ കുഞ്ഞുമോൻ മാത്രം ഹോം ഗാർഡ് പോലീസിൽ ജോലി ചെയ്യുന്നു. അടുത്തത് തറമ്മ മക്കളെ സ്റ്റേജിലേക്ക് വിളിക്കുന്നത്. ഇത് നമ്മുടെ തറമ്മയുടെ മക്കൾ 3 പേര് പെൺമക്കളാണ്. മൂത്ത മോൾ മണി,
കൈലയിൽ തന്നെ സെറ്റിലാണ്. രണ്ടാമത്തെ മോള് മിനി ആലപ്പുഴയാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. മൂന്നാമത്തെ മോളെ എൽസമ്മ നെടുമുടി വിവാഹം കഴിച്ചിരിക്കുന്നു. അവരുടെ മക്കൾക്ക് എന്തോ കല്യാണം ആലോചിക്കേണ്ട കാര്യമില്ല, അവരുടെ മക്കളെയൊക്കെ കെട്ടിച്ചു കഴിഞ്ഞു. ഇപ്പം കല്യാണം ആലോചിക്കാൻ ഏലമ്മയുടെ കൊച്ചുമക്കൾക്ക് മാത്രമേ ഉള്ളൂ, ആൺപിള്ളേരും പെൺപിള്ളേരും. അപ്പൊ പിന്നീട് ഒരു മോനും ഉണ്ട്. ആർക്കെങ്കിലും എവിടെങ്കിലും ഒക്കെ കല്യാണത്തിന് ഇത് എന്നാ ഒരു മാട്രിമോണി പോലെയാണ് ഈ നമ്മുടെ ഈ കുടുംബസംഗമം. അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെട്ട് കഴിഞ്ഞാൽ ചിലതൊരു പെൺകൊച്ചുണ്ടെങ്കിലും കാണുന്നുണ്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ആലോചിക്കുവാനുള്ള ഒരു അവസരം കൂടിയാണിത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ കാലത്ത് പെൺപിള്ളേരെ കിട്ടുന്നില്ല, ആൺപിള്ളേരെ കിട്ടുന്നില്ല എന്നുള്ള ഒത്തിരി ഒത്തിരി പരാതികളുണ്ട്. അതിനെയൊക്കെ തരണം ചെയ്യാൻ വേണ്ടിയിട്ട് സംഘടിപ്പിച്ചിരിക്കുന്ന ഒരു യോഗമാണിത്, കുടുംബയോഗം. അതുകൊണ്ട് എല്ലാവിധത്തിലും സഹകരിക്കണമെന്ന് അവരുടെ നന്ദി, നമസ്കാരം. പാപ്പു എന്നുള്ള എല്ലാവരും സ്റ്റേജിലേക്ക് വരണം. മത്തായി എന്ന ദമ്പതികളുടെ ഏറ്റവും മൂത്ത മകനായ പാപ്പുച്ചായന്റെ കുടുംബത്തിൽ നിന്നുള്ള എല്ലാവരും ഈ സ്റ്റേജിലേക്ക് വന്ന് എല്ലാവരെയും ഒന്ന് പരിചയപ്പെടണമെന്ന്. കുടുംബത്തിലെ സഹോദരി സഹോദരന്മാരെ, ഞങ്ങള് വെള്ളിയാറയിലെ പാപ്പുച്ചന്റെ മകന്റെ മൂന്നാമത്തെ മകനാണ് ഞാൻ. ആണുങ്ങളിൽ മൂന്നാമൻ, മക്കളിൽ നാലാമൻ. വലിയൊരു പെങ്ങളാണിത്, എന്റെ നേരെ മൂത്തത്. ഞങ്ങൾ 7 മക്കളാണ്. എൻ്റെ അപ്പനെ അറിയാതിരിക്കുമല്ലോ. ഈയിടെ അമ്മച്ചി ഈയിടെയാണ് മരിച്ചത്. 41 കഴിഞ്ഞ ദിവസം. പിന്നെ പ്രത്യേകിച്ച് എന്താ പറയാനുള്ളത്? ഇനി ഞാൻ പറയാം, ഇത് എൻ്റെ പെങ്ങളുടെ ഹസ്ബൻഡാണ് ജെറ്റി തോമസ്. ആൻ്റെ പെണ്ണ് വിളിക്കും. ഞാൻ ആക്ച്വലി ഒന്ന് പരിചയപ്പെട്ടതാണ്. എന്നിരുന്നാലും ഞങ്ങൾ അയൽവക്കം കയറി ദൂരെയാണ് എൻ്റെ വൈഫിൻ്റെ വീട്. അക്കരയ്ക്കലാണ് ഞാൻ കൊണ്ടക്കാട്, കൈരയിൽ കൊണ്ടക്കാട് എന്ന് പറയും. അതായത് ഞങ്ങൾ അക്കരെ ഇക്കരെ വ്യത്യാസം, ഭയങ്കര ദൂരമെന്ന് പറഞ്ഞത്. ഞങ്ങളൊരു അക്കരെ ഇക്കരെ നല്ല പാട്ടാ. ഞാനൊരു 35 years അബുദാബിയിലായിരുന്നു. അതിനുശേഷം ഇപ്പോൾ റിട്ടയർഡായി നാട്ടിൽ കൂടിയിരിക്കുകയാണ് സായിബയുടെ കൂടെ. ഞങ്ങൾക്ക് 2 ആൺമക്കൾ. മൂത്ത മകൻ കിച്ചു തോമസിനെ വിളിക്കുക, അവനും വൈഫ് ന്യൂസിലൻഡിലാണ്, അവിടെ അവർ സെറ്റിൽഡാണ്. രണ്ടാമൻ ബെൻസ്, ഞങ്ങൾ അച്ചൂര് വിളിക്കും, വൈഫ് UK-ലാണ്. കല്യാണം എല്ലാം റെഡിയായിട്ടുണ്ട്. ഇതാണ് ഞങ്ങളുടെ കുടുംബ പശ്ചാത്തലം. അതേപോലെ പറയാനുണ്ടോ? വല്യാറ പാപ്പൂച്ചന്റെ മകളെ കരിമാടിൽ അയച്ചിട്ടുണ്ട്. ആ മകളുടെ ചെറുമകളാണ് ഞാൻ. ആ കുടുംബത്തിൽ നിന്ന് ഞാൻ മാത്രമേ വന്നിട്ടുള്ളൂ തോന്നുന്നു. അമ്മയച്ചാലും വരാനായിട്ട് ഇരുന്നതാണ്. പക്ഷെ ഒരു സാങ്കേതിക ബുദ്ധിമുട്ട് കാരണം അവരാരും വന്നിട്ടില്ല. പകരം ഞാനാണ് വന്നേക്കുന്നത്. ഞാനിപ്പോ പൾസ് തെറാപ്പി ചെയ്യുവാണ്. അത് നമുക്ക് ഈ 15 ദിവസത്തെ ക്യാമ്പിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഓരോ സ്ഥലത്തായിട്ട് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ പോകുന്നു. എനിക്ക് 2 മക്കളാണ്. എൻ്റെ ഭർത്താവ് ഗൾഫിലായിരുന്നു, ഇപ്പൊ നാട്ടിലുണ്ട്. അച്ഛനും അമ്മയും എല്ലാവരും ഉണ്ട്, സഹോദരനുണ്ട്. ഞാൻ ആര്യാട്ടുവക്കച്ചായൻ്റെ 9 മക്കളിൽ 8ാമത്തെ മോളാണ്. ബാക്കി 2 പേര് മരിച്ചുപോയി. പിന്നെ 2 പേരുണ്ട്, അവർക്ക് ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അല്ലാതെ മറ്റു പ്രശ്നങ്ങളുള്ളതുകൊണ്ട് വരാൻ പറ്റിയില്ല. അപ്പം ഞാൻ എൻ്റെ ഭാര്യ ചേച്ചിയുടെ മൂത്ത മോനാണിത്. അതിൻ്റെ അളയത് മോളമ്മ, അതിൻ്റെ അളയത് ഡോളമ്മ, ഡോളി. ഇത് ആരോഗ്യ മരുമോള്. അപ്പൊ തേനാമ ചേച്ചിയും തേനാമച്ചേച്ചിയുടെ മോളും ഒക്കെ കഴിഞ്ഞ കൂട്ടായ്മയ്ക്കുണ്ടായിരുന്നു. ഇന്നിപ്പം തേനാമ ചേച്ചി വീട് കയ്യൊക്കെ ഒടിഞ്ഞു, ഒത്തിരി ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് തേനാമ ചേച്ചിക്ക്. അതുകൊണ്ട് തേനാമ ചേച്ചി വരാൻ പറ്റിയില്ല. മോക്കും വരാൻ പറ്റിയില്ല. അവർക്ക് ഇന്ത്യൻസ് കോഴ്സ് നടക്കുന്ന കാരണം മോഹൻലാലിന് വരാൻ പറ്റിയില്ല. അത്രയേ ഉള്ളൂ. ജോജ നേരത്തെ പറഞ്ഞവിടെ ആനിമയുടെ മൂത്ത മകൻ കല്യാണ വർക്കത്തിൻ്റെ മൂത്ത മകളുടെ ആനിമയുടെ മൂത്ത മകൻ വിനോദയാണ് ഞാൻ. എൻ്റെ ഭാര്യയാണ് ഇരിക്കുന്നത്. എൻ്റെ മൂത്ത പെങ്ങള് മോളമ്മ, മൂത്ത പെങ്ങള് മോളമ്മ. എൻ്റെ ഇളയ പെങ്ങള് ഡോളമ്മ. ഡോളി എന്നാണ് വിളിക്കുന്നത്. ഞാൻ ഡോളമ്മ മോളമ്മ എന്ന് രണ്ടുപേരും വിളിക്കാറുണ്ട്. എല്ലാവർക്കും അറിയാവുന്നതാണ് അത്, എങ്കിലും ഒന്നുകൂടെ പറഞ്ഞതേ ഉള്ളൂ. ഇവിടെ കൂടുതലൊന്നും പറയാനില്ല, എല്ലാവർക്കും അറിയാം തന്നെ. മക്കള് 2 പേര്
മോളമ്മ തൊട്ടടുത്ത് തന്നെയാണ് കുളമൂന്ന് അവിടെ കല്യാണം കഴിച്ചത്. പിന്നെ ഡോളി പുതുക്കരി പുതുക്കരി മാമ്പഴക്കരി പുതുക്കരി അവർക്ക് 2 മക്കൾ. ഇത് 2 പേരും ഗൾഫിലാണ്. മൂത്ത മകള് മോളമ്മയ്ക്ക് 3 മക്കൾ. ഒരാൾ നമ്മുടെ പുഷ്പഗിരി ഹോസ്പിറ്റലിലെ നേഴ്സായിട്ട് ജോലി ചെയ്യുന്നു. ഒരാൾ അയർലൻഡിലാണ്. മകൻ ഇപ്പോൾ ജോലിക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. മകളുടെ മകള് സൗമ്യ, അവരുടെ നേതൃത്വത്തിൽ പൾസ് തെറാപ്പിയെ കുറിച്ച് അതിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊരു ചെറിയ ക്ലാസ് ഇപ്പം തരുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. കേട്ടതിന് ശേഷം നിങ്ങൾക്ക് തന്നെ അത് പ്രയോജനപ്പെടും, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രവർത്തിക്കുന്ന മേഖലകളിൽ അത് പ്രയോജനപ്പെടുത്താൻ കഴിയും. അതിനാൽ സൗമ്യ ക്ഷണിക്കുന്നു. ഞങ്ങളുടെ കാര്യം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഞങ്ങൾ ഈ കുടുംബത്തിലെ എല്ലാ ആവശ്യങ്ങൾക്കും എല്ലാ സ്ഥലത്തും ഉണ്ടായിരിക്കുന്നതാണ്. വിൻചാൻ ഞങ്ങളുടെ മൂത്ത സഹോദരനാണ്. വിൻചാൻ മുംബൈയുടെ വന്ന് കാര്യങ്ങൾ പറഞ്ഞിട്ട് പുറത്തേക്ക് പോയതാണ്. ബാക്കിയുള്ള ഞാൻ 2ാമത്തെ മകനാണ്. ഇത് മൂത്ത മകൾ. ഒരു മകൾ ഞങ്ങൾക്കൊരു പെങ്ങളെ ഉണ്ട്. പെങ്ങളുടെ മകനാണിത്. ഒരു മകൻ അച്ഛനാണ്. 2 പേര് നാട്ടിലില്ല, വിദേശത്താണ്. ഒരാൾ മസ്കറ്റിലും ഒരാൾ ദുബൈയിലുമാണ്. ഇത് യുവച്ചനെ അറിയാമല്ലോ. യുവച്ചൻ ഇത് എൻ്റെ അനിയനാണ്. യുവച്ചൻ എന്നാണ് പേര്. യുവച്ചൻ്റെ സ്വന്തം ഭാര്യയാണ്. ഇവര് ചങ്ങനാശ്ശേരി നടക്കപ്പാടത്താണ് താമസിക്കുന്നത്. ഇവരൊക്കെ 3 മക്കളുണ്ട്. 2 പെൺമക്കളും ഒരാളും. പെൺമക്കളും മൂത്ത മോള് ഡോക്ടറാണ്. 2ാമത്തെ മോൾ ഫിസിയോതെറാപ്പിസ്റ്റാണ്. 3ാമത്തെ മോൾ ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുന്നു. അവിടെ മക്കൾ 2 പേരും ഇവിടെ ഫിസിയോതെറാപ്പിയും ഡെന്റൽ ക്ലിനിക്കും നടത്തുന്നുണ്ട്. ഇതെൻ്റെ സ്വന്തം ഭാര്യയാണ്. ലീലാമ്മ എന്നാണ് പേര്. ഇത് ഞങ്ങളുടെ സഹോദരൻ ബാബുവിൻ്റെ ഭാര്യയാണ്. ഇവർ നെടുമുടിയിലാണ് താമസിക്കുന്നത്. ഇവർക്ക് 2 ആൺമക്കളുണ്ട്. 2 പേരും നാട്ടിലില്ല, മസ്കറ്റാണ് താമസിക്കുന്നത്. ഒരാൾ കുന്നന്താനത്ത് താമസിക്കുന്നു. ഒരാളുടെ കൂടെ അമ്മയായിട്ട് ഇവിടെ താമസിക്കുന്നു. ഈ വിൻചാൻ്റെ വൈഫാണ്. വിൻചാൻ്റെ വൈഫിന് പിള്ളേർക്ക് അറിയാമല്ലോ. അറിയാമല്ലോ ബേബി കുട്ടി എന്നാണ് പേര്. അപ്പൊ ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ പറയാറാം. ഇവിടെ വന്നുകൊണ്ട് മുമ്പ് വിളിച്ചാൽ എല്ലാവരും പരിചയപ്പെട്ടവരാണല്ലോ. ബാക്കി എല്ലാവരും ഇനി ആരെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക, പറയാം. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. മാത്തുക്കുട്ടിയുടെ ഇളയ മകള് എന്നെ കെട്ടിച്ചിരിക്കുന്നത് കേരളക്കരയില്. എനിക്ക് 3 മക്കള്. 3 മക്കള്. മൂത്തയാള് ജർമ്മനിയിലാണ്, എംടെക് പഠിക്കുന്നു. 2ാമത്തെ മോൾ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് കഴിഞ്ഞു. ഇളയ മോള് ജർമ്മൻ ലാംഗ്വേജ് ക്രെഡിറ്റ് വയ്ക്കുന്നു. കൊച്ചിനെ കൊണ്ട് നിങ്ങൾ പോകുന്നു. എൻ്റെ പേര് ജിൻസി. ഞാൻ ഇളയമോളാണ്. ഞാൻ മാത്തുക്കുട്ടിയുടെ മൂത്ത മോള്. എൻ്റെ ഭർത്താവ് സിരിച്ചൻ. എൻ്റെ പേര് സിജി. 2ാമത്തെ ആള് മൂത്തയാൾ 1.5 പേരും പാല പൂഞ്ഞാറ്റാണ് കെട്ടിച്ചിരിക്കുന്നത്. 1.5 എത്താമെന്ന് പറഞ്ഞു. താമസമുണ്ട്. ഇവിടെ കുഞ്ഞാണിത്. 2.5 മാസമായി. പാലായിലെ മോളെ കെട്ടിച്ചിരിക്കുന്നതിന് 3.5 മാസമായി. ഇത് ആങ്ങളുടെ മോള് ജൂണി മോള്. എൻ്റെ ഇളയ മോളുണ്ട്, അബുദാബി ജോലി ചെയ്യുന്നു. ഇവിടെ എല്ലാവരുടെയും മക്കളെയും മരുമക്കളെയൊക്കെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഞാനായിരിക്കും ഇവിടെ എൻ്റെ പേരൻസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. മാത്തുക്കുട്ടിയുടെ മോൻ്റെ മോളാണ് ഞാൻ. എൻ്റെ പേര് ജൂനി മരിയ ബിജു. ഞാൻ BCom+CA പഠിക്കുന്നു. മരിയ കോളേജ് കുട്ടിക്കാന ഹോസ്റ്റലാണ് നിൽക്കുന്നത്. പപ്പ ബിജു മാത്യു, മുംബൈ വിളിച്ച്.
അപ്പ ദുബായിൽ വർക്ക് ചെയ്യുന്നു, മമ്മിയും അവിടെയാണ്. ബിനി ബിജു എന്നാണ് പേര്. എനിക്കൊരു അനിയനുണ്ട്, 1ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അവൻ്റെ പേര് ജൂബി ജോൺസ് ബിജു. ഞാൻ പറ്റിയാറ് അമ്മച്ചൻ്റെ മൂത്ത മകൻ സിബിയുടെ ഭാര്യയാണ്. എനിക്ക് 2 മക്കൾ. ഭർത്താവ് തിരിച്ച ഗൾഫിലായിരുന്നു, നാട്ടിൽ മംഗലാപുരത്ത് ജോലി ചെയ്യുന്നു. പിന്നെ മൂത്ത മോള് എറണാകുളത്ത് കാക്കനാട് എത്തിച്ചേർന്നു. മോൻ ഇൻഫോ പാർക്കിൽ ഇവൈ കമ്പനി ജോലി ചെയ്യും. എൻ്റെ പേര് ജിൻസി. തൊമ്മച്ചൻ്റെ 2ാമത്തെ മകൻ എൻ്റെ പേര് ജിജി എന്നാണ്. എൻ്റെ ഭാര്യ വന്നിട്ടില്ല, ജീവിതത്തിലാണ്. ഈ 3 മക്കളാണ്. മൂത്ത മകളെ തൃശ്ശൂരിന് കെട്ടിയിട്ട് അവർക്ക് 2 പിള്ളേർ. മകൻ പഠിച്ചിരിക്കുന്നു, ജോലിയൊന്നും ആയില്ല. ഇളയ മകള് ജേഴ്സിക്ക് പഠിക്കുന്നു. അപ്പച്ചൻ്റെ 2ാമത്തെ മകൻ ജോയിച്ചൻ്റെ മൂത്ത മകൻ. എൻ്റെ പേര് ജോബ്സ്. എനിക്ക് 2 മക്കളാണ്. ഇവർ 2 പേരും. എൻ്റെ ഭാര്യ അയർലൻഡിൽ ജോലി ചെയ്യുന്നു. ഞങ്ങൾ എല്ലാവരും കുവൈറ്റിലായിരുന്നു. ഞാൻ നിർത്തി പോകുന്നു. വൈഫ് മാത്രം അയർലൻഡുണ്ട്. ഇത് ഞാൻ ജോയിച്ചൻ്റെ 3ാമത്തെ മകൻ. ഞാൻ ചങ്ങനാശ്ശേരി DDRCയിൽ വർക്ക് ചെയ്യുന്നു. ഭാര്യ വർക്ക് ചെയ്യുന്നുണ്ട്, വന്നിട്ടില്ല, അവധി കിട്ടിയിട്ടില്ല. 2 മക്കളാണ്. ഒന്നിത്, 2ാമത്തേത്. ഞാൻ ജോയിസിൻ്റെ മകള്. ഇതെൻ്റെ ഭർത്താവ്. എനിക്ക് 2 ആൺപിള്ളേര്. മൂത്തവന് കോളേജിൽ പഠിക്കുന്ന എൻ്റെ മകളാണ്. എന്നെ കുടുംബത്തിലാണ് കെട്ടിച്ചിരിക്കുന്നത്. ഭർത്താവ് കുഞ്ഞച്ചൻ. ഞങ്ങൾക്ക് ബിസിനസ്സാണ്. ആദ്യത്തെ കുടുംബയോഗത്തിന് വന്നു, ഇപ്പോഴത്തേക്ക് വരാൻ പറ്റില്ല. ബിസിനസ്സും ഉണ്ട്, പിന്നെ രോഗിയാണ്, അതുകൊണ്ട് വരാൻ പറ്റില്ല. എന്നെ കെട്ടിച്ചിരിക്കുന്ന കന്നഡയിലാണ്. എൻ്റെ ഹസ്ബൻഡ് ആരോഗ്യത്തിൽ വർക്ക് ചെയ്യുന്നു. എൻ്റെ പേര് സ്റ്റീഫൻ. ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. ആരും പറയാൻ അപ്പച്ചൻ്റെ 3ാമത്തെ മോൻ്റെ മൂത്ത മോനാണ്. അവസാനമായപ്പോൾ നമ്മുടെ ഗ്രൂപ്പിൽ ഞാനൊരു പോസ്റ്റ് ഇട്ടായിരുന്നു. ഇന്നത്തെ ജീവിത രീതി അനുസരിച്ച് നമുക്ക് സത്യത്തിലേക്ക് നല്ലൊരു കുടിക്കാനൊരു വെള്ളം പോലും നമുക്ക് കിട്ടാത്തൊരവസ്ഥയാണ്. എപ്പോഴും മിനറൽ വാട്ടറെ ഉപേക്ഷിച്ച് നമ്മൾ കുട്ടനാട്ടുകാർ പൊതുവെ എല്ലാ കാര്യങ്ങൾക്കും ഇൻ കേസ് ആഹാരം പാചകം ചെയ്യാൻ പോലും നല്ല ഒരു കുടിവെള്ളം നമുക്ക് കിട്ടാത്തൊരവസ്ഥയിലാണ്. ആ അവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഇന്നത്തെ ജീവിത രീതി അനുസരിച്ച് നമുക്കുണ്ടാകുന്ന രോഗങ്ങൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യും. ഷുഗർ, പ്രഷർ, കൊളസ്ട്രോള്, തൈറോയ്ഡ്, വെരിക്കോസ് വെയിന്. ഇത് പരിപൂർണമായിട്ടും മാറാമെന്നുള്ള ഒരു ഇതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. കാരണം നമ്മൾ വർഷങ്ങൾ തോറും കഴിച്ചിരിക്കുന്ന ഗുളികളുടെ എല്ലാ ബുദ്ധിമുട്ടുകളും നമുക്ക് ശരീരത്തിൽ കാണും. അപ്പൊ അതിനെയൊക്കെ ഒരു നീക്കം ചെയ്തു പതുക്കെ ഒരു കൊച്ചുകുട്ടി നടന്ന് ഇതാകുന്നത് പോലെ തന്നെ നമുക്കത് പരിപൂർണമായിട്ട് നമുക്ക് ഗുളികയിൽ നിന്ന് മാറി ഒരു നല്ല ഒരു ആരോഗ്യം ഉണ്ടാകാനുള്ള ഒരു കാരണമാണ് പൾസ് തെറാപ്പി. ഞാൻ ഏകദേശം 8 മാസത്തോളമായി ഞാൻ വളരെ ആക്റ്റീവായിട്ട് ഞാൻ വർക്ക് ചെയ്യാണ്. എനിക്ക് തന്നെ ഞാൻ തന്നെ ഒരു 4-5 ക്യാമ്പ് തന്നെ ഞാൻ തന്നെ ചെയ്തിട്ടുണ്ട്. ഇവിടെ അനുഭവിച്ചറിഞ്ഞവരും ഉണ്ട് ഈ കൂട്ടത്തില്. ആ ആന്റി ഉണ്ട്. ആന്റിക്ക് അറിയാം എന്താ പൾസ് തെറാപ്പി എന്താന്നുള്ളത് ആന്റിക്കറിയാം. അപ്പം എന്നോട് പറഞ്ഞു, സൗമ്യ, ഒരു അരമണിക്കൂർ ഞങ്ങൾക്ക് ഇങ്ങനൊരു കുടുംബയോഗമുണ്ട്. ഒരു അരമണിക്കൂർ ഇന്നത്തെ സാഹചര്യത്തിൽ എല്ലാവരും രോഗികളാണ്. അപ്പൊ ആ അരമണിക്കൂർ നമുക്കൊന്ന് തരാമോ എന്ന് ചോദിച്ചതിന്റെ ഇതിലാണ് ഞാൻ 2-3 ദിവസമേ ആയുള്ളൂ ഇതിന് കറക്റ്റായിട്ടൊരു മറുപടി അങ്കിളിന് കൊടുത്തത്. അതുവരെ വേണ്ടയോ എന്നുള്ള ഇതിൽ വെച്ച് ഞാൻ സാറിനോട് സംസാരിച്ചു, സാറിനെ കൊണ്ട് സംസാരിപ്പിച്ചു. അപ്പൊ അവരൊക്കെ പറഞ്ഞു ഒരു അരമണിക്കൂർ ഞങ്ങൾക്ക് എന്തായാലും വേണമെന്ന്. അപ്പൊ ഇതിന്റെ കോർഡിനേറ്റർ ആയിട്ട് നമ്മുടെ കേരളത്തിൽ ഇപ്പൊ ചെയ്യുന്നത് സോമൻ സാറും മൻസാറുമാണ് ഞങ്ങളുടെ കൂടെ ആക്റ്റീവായിട്ട് നിൽക്കുന്നത്. അവരുടെ കൂടെയാണ് ഞാൻ ഈ വർക്ക് ചെയ്യുന്നത്. എനിക്ക് അനുഭവത്തിൽ വന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്തതിന് മാത്രമാണ് ശേഷമാണ് ഞാൻ ഈ കമ്പനിയിൽ ആക്റ്റീവായിട്ട് ജോലി ചെയ്യുന്നത്. എനിക്ക് നല്ല രീതിയിൽ തന്നെ എനിക്ക് ഒരു മനസ്സിന് തന്നെ ഒരു സുഖമുണ്ട്. അത് കൂടാതെ മിഷ്യൻ മേടിക്കണമെന്ന് നിർബന്ധം ഒന്നുമില്ല. മിഷ്യൻ ഉപയോഗിച്ചവര് എന്നെ കാണുമ്പോൾ ദൈവത്തെ കാണുന്ന കണക്കാണ് അവർ കാണുന്നത് തന്നെ. എന്താ എന്നത് എനിക്കറിയില്ല.
ഒരു 4-5 ദിവസം വന്നവർ ചെയ്യുമ്പോൾ വളരെ ഉഷാറായിട്ടാണ് അവർ എന്നോട് സംസാരിക്കുന്നത്. രാവിലത്തെ കിടന്നുറങ്ങുന്ന സമയം മുതൽ ഏത് സമയത്തും ശരീരത്തിന് ആപ്പാട വേദനയുള്ളവര്, സാഹചര്യം മൂലം ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നവർ, ഒത്തിരി വളരെ കാര്യങ്ങൾക്ക്, അതായത് ഉറക്കം കിട്ടാത്ത അവസ്ഥയിൽ പോലും നല്ല സുഖകരമായി അവർ ഉറങ്ങുന്നു എന്നുള്ളൊരു പ്ലസ് പോയിന്റ് ആണ് അവർ പറയുന്നത്. അപ്പം അതിനെ കുറിച്ച് കൂടുതലായിട്ട് ഞാൻ കമ്പനിയുടെ മെയിൻ ആളാണ്, സമ്മതിച്ചു. പക്ഷെ അതിനുശേഷം എനിക്ക് ഇവിടെ കോർഡിനേറ്ററായി കൊണ്ടുവന്ന 2 സാറുമാരുണ്ട്. അവര് നിങ്ങളോട് ഇതിൻ്റെതായിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കി തരും. അപ്പം 15 ദിവസത്തെ ക്യാമ്പിന് ശേഷമാണ് നമ്മൾ ഇങ്ങനെ ഒരു ഇത് വെക്കുന്നത്. ഇത് പറഞ്ഞ് ഇങ്ങനെ ഒരു നമുക്കൊരു റിക്വസ്റ്റ് തന്നതിന്റെ പേരിൽ മാത്രമാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ അതിനെ കുറിച്ച് കൂടുതൽ സംസാരിക്കാനായിട്ട് സോമൻ സാറിനെ ഈ വേദിയിലേക്ക് ഞാൻ ക്ഷണിക്കുന്നു. കമ്പാനിയോ ആലപ്പുഴ ടീമിന് ഇങ്ങനൊരു അവസരം തന്നതിന് വല്യാറ കുടുംബ സംഗമത്തിന് നന്ദി രേഖപ്പെടുത്തുന്നു. സൗമ്യ പറഞ്ഞു ഇങ്ങനൊരു പരിപാടിയുണ്ട്, ഈ മിഷണറിയെ കുറിച്ച് ഒരു 10 മിനിറ്റ് ഒന്ന് സംസാരിക്കണം. അപ്പം നമ്മളിത് ഇവിടെ അവതരിപ്പിക്കുന്നത്, എനിക്ക് തോന്നുന്നത് ഈ കുട്ടനാട്ടിൽ തന്നെ ഏതാണ്ട് 14ഓളം ക്യാമ്പുകൾ ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. 15 ദിവസത്തെ ഫ്രീ തെറാപ്പി 14ഓളം ക്യാമ്പുകൾ നടത്തിയിട്ടുണ്ട്. അപ്പം അതിൽ വന്ന ആളുകളൊക്കെ ഇതിൻ്റെ അകത്തുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഈ മിഷൻ വാങ്ങിച്ച് ഉപയോഗിച്ചിട്ടുള്ള ആളുകളും ഇവിടെയുണ്ട്. പിന്നെ ക്യാമ്പുകളിൽ പങ്കെടുത്ത് 7-8 ദിവസം കഴിഞ്ഞപ്പോൾ അതേവരെ ഉണ്ടായിരുന്ന വലിയ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ മാറ്റം കിട്ടിയ ആളുകളും ഇവിടെ ഉണ്ട്. ഏതായാലും ഞാൻ നമ്മുടെ കാര്യത്തിലോട്ട് കിടക്കുകയാണ്. ഇതൊരു കണ്ടുപിടുത്തമാണ്. ഈ മിഷന്റെ പ്രവർത്തനം നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു ജോലിയാണ് ഞങ്ങൾക്കുള്ളത്. ജോലിയാണ് ഉള്ളത്. ഇപ്പൊ ഇതില് എന്താണ് ഈ മിഷൻ, ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, അത്രയും മാത്രമേ നമുക്കിവിടെ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഇപ്പൊ ഈ ടെക്നോളജി എന്താണെന്ന് നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു കർത്തവ്യം. ഇവിടെ ഇത് ചിത്രശലഭത്തിന്റെ മോഡലിലുള്ള ഒരു മിഷനറിയാണ്. ഈ മിഷന് യാതൊരുവിധ സൈഡ് എഫക്റ്റും ഇല്ല. ഇത് ഡോക്ടർമാരും സയന്റിസ്റ്റുകളും കൂടെ രൂപകൽപ്പന ചെയ്ത ഒരു മിഷനറിയാണ്. സിൽക്കോണിന്റെ 2 ഫ്രെയിമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെയാണ് നമ്മൾ കാല് വെക്കുന്നതും കൈവെക്കുന്നതും. അപ്പൊ ഇവിടെ നമ്മൾ കാല് വെച്ച് കൈവച്ചാലും നമുക്ക് ഓരോ പവർ ഇവിടെ കൊടുക്കാനായിട്ട് 3 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഈ 3 ഓപ്ഷനിൽ അതിൻ്റെ നമ്മളിവിടെ നിങ്ങൾക്കൊരു ഇതിൽ കാല് വെക്കാനുള്ള ഒരു അവസരം ഇവിടെ തരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തോട്ട് കിടക്കുന്നില്ല. അപ്പൊ യാതൊരുവിധ സൈഡ് എഫക്റ്റും ഇല്ലാത്ത ഒരു ചെറിയ നമ്മുടെ മൊബൈൽ ചാർജ് ചെയ്യുന്ന കറണ്ട് മാത്രം വേണ്ടതായ ഒരു മിഷനറിയാണ്. അപ്പൊ ഇതിന്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ കുറച്ച് പഴമയിലോട്ട് പോവുകയാണ്. എന്തെന്ന് വെച്ചാൽ, ആ പഴയ കാലത്ത് ഇപ്പൊ നമുക്കിപ്പോ ഇവിടെ അന്തരിച്ചു പോയ പ്രായമുള്ള ആളുകളുടെ ഒരു ജീവിത രീതി എടുത്തു നോക്കിയാൽ, അന്നത്തെ കാലഘട്ടത്തിൽ ചെരുപ്പ് ഉപയോഗിക്കാത്ത ഒരു ജനത ജീവിച്ച നാടാണ്. അപ്പൊ ചെരുപ്പ് ഉപയോഗിക്കാതെ ആ ജീവിതം നടത്തിയ കാലഘട്ടത്തിൽ ഇതേപോലെ ഇന്ന് കാണുന്ന 10 വയസ്സ് മുതലുള്ള ആളുകൾക്ക് കാണുന്ന പോലുള്ള അസുഖങ്ങളൊന്നും ആ കാലഘട്ടത്തിൽ ഇല്ലായിരുന്നു. ആ കാലഘട്ടത്തിൽ ഒരുപക്ഷെ പകർച്ചവ്യാധികൾ, കോളറ, വസൂരി പോലുള്ള പകർച്ചവ്യാധികൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇങ്ങനത്തെ ഇന്ന് കാണുന്ന ജീവിതശൈലി രോഗങ്ങളില്ലായിരുന്നു. ഒരു വീട്ടിൽ 7-8 അംഗങ്ങളുണ്ട്. അവര് പാടത്തും പല സ്ഥലങ്ങളിലും ജോലി ചെയ്ത് കുടുംബത്തുള്ള ജോലികളെല്ലാം തന്നെ ചെയ്തുകൊണ്ട് തന്നെ അവരുടെ ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിക്കുകയാണ്. ഇപ്പൊ ഭൂമിയുടെ മാഗ്നറ്റിക് പവർ ചെരുപ്പില്ലാതെ നമ്മൾ മണ്ണിൽ കൂടെ ഒക്കെ നടക്കുമ്പോൾ നമുക്ക് ആ പവർ എനർജി നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കും. അങ്ങനെ പ്രവേശിക്കുമ്പോൾ ബ്ലഡ് ഒരു ഭാഗത്ത് ഒതുങ്ങി നിൽക്കാനായിട്ട് സമ്മതിക്കത്തില്ല. അപ്പൊ ബ്ലഡ് ഒഴുകിക്കൊണ്ടിരിക്കും, നമുക്ക് അസുഖങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കും. ഇത്രയേ ഉള്ളൂ ഇതിന്റെ കാര്യം. ഇവിടെ ഇന്ന് കാലം മാറി. ഓരോ കുടുംബങ്ങളിലും
നമ്മുടെ ജീവിത ശൈലികൾ മാറി. ആ ജീവിതശൈലി മാറുമ്പോൾ നമുക്ക് രോഗങ്ങൾ ഇങ്ങോട്ട് കുന്നുകൂടാൻ തുടങ്ങി. ഇന്നത്തെ അവസ്ഥ അതാണ്. അതുകൊണ്ട് തന്നെയാണ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ കൈകാല് കഴക്കല്, ഷുഗർ, കൊളസ്ട്രോള്, പ്രഷർ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൂടാതെ കണ്ട് ഇന്ന് വ്യാപകമായി കാണുന്നത് വെരിക്കോസ്. ഇന്ന് വെരിക്കോസിന്റെ ബുദ്ധിമുട്ടില്ലാത്ത ആളുകൾ ഒരു 30% ടോട്ടൽ കാണത്തുള്ളൂ. ഒരു 10 മിനിറ്റ് നിന്ന് കഴിയുമ്പോൾ ആ കാല് കഴയ്ക്കാൻ തുടങ്ങുന്ന രീതിയിലുള്ള പെയിൻ അവർക്കുണ്ടാവും. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു ശമനം വരുത്തുന്നതാണ് ഈ മിഷൻ. ഇത് നിങ്ങൾ 30 മിനിറ്റ് കാലിതിൽ വെക്കുമ്പോൾ ഇതിന്റെ പ്രവർത്തനം ആരംഭിച്ചാൽ നമ്മളുടെ കാലിൻ്റെ അടിയിൽ 62 അക്യുപ്രഷർ പോയിന്റുകളുണ്ട്. ഈ 62 അക്യുപ്രഷർ പോയിന്റുകളിൽ കൂടെ നമ്മുടെ ശരീരത്തിലേക്ക് ഇതിന്റെ എനർജി പ്രവഹിക്കും. ഈ എനർജി ശരീരത്തിലോട്ട് പ്രവഹിച്ച് 30 മിനിറ്റ് ഒരു ദിവസം നമ്മളിത് ചെയ്ത് നമ്മളൊരു 10-40 ദിവസം തുടർച്ചയായിട്ട് ഇത് ചെയ്ത് കഴിയുമ്പോൾ നമ്മളുടെ ശരീരത്ത് കെട്ടിക്കിടക്കുന്ന നീരുകള്, വേസ്റ്റായി കിടക്കുന്ന ബ്ലഡുകള് ഇതെല്ലാം ഒഴുകിക്കൊണ്ട് വളരെ നല്ല രീതിയിൽ നമ്മുടെ ശാരീരികമായ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് സാധിക്കുന്നു. ഉദാഹരണത്തിന് ഒരു 40 വയസ്സ് കഴിഞ്ഞ ആളുകൾ, ഇപ്പം എനിക്ക് 73 വയസ്സായി. ഞാനിപ്പം 40 വയസ്സായ ഒരാൾ അവൻ മരുന്ന് ഉപയോഗിച്ച് ഇന്ന് തുടങ്ങിയാൽ ആയുർവേദമായാലും ഹോമിയോ ആയാലും അലോപ്പതി ആയാലും സിദ്ധ ആയാലും ഏതാണെങ്കിലും അവൻ 40 വയസ്സ് കഴിഞ്ഞവൻ ഒരു 70 വയസ്സ് വരെ അവൻ മെഡിസിൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ മെഡിസിൻ്റെ ഒരു കെമിക്കല് നമ്മുടെ ശരീരത്ത് കെട്ടിക്കിടക്കുകയാണ്. അതാണ് പിന്നീട് നമുക്ക് മറ്റ് അസുഖങ്ങളായിട്ട് വരുന്നത്. ഒരു സുപ്രഭാതത്തിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ കിഡ്നി അടിച്ചു പോവുക, ലിവറിന് പ്രശ്നം വരിക, ഈ കാര്യങ്ങളെല്ലാം സംഭവിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഒരു 10-20 വർഷം മെഡിസിൻ നിത്യേന ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കും. ഞാൻ ഒറ്റ കാര്യം ഞാൻ നിങ്ങളോട് പറയാം. മെഡിക്കൽ എത്തിക്സ് വെച്ചുകൊണ്ട് ഒരു നിയമമാണ് ഹോസ്പിറ്റലിലൊക്കെ എഴുതി വെക്കണം. 40 വയസ്സ് പ്രായം കഴിഞ്ഞാൽ നിങ്ങൾ ഉപയോഗിക്കുന്ന മരുന്നുകൾ നിങ്ങൾക്ക് അസുഖം കുറയുമെങ്കിലും അത് നിങ്ങൾക്ക് വേറെ ബുദ്ധിമുട്ടുണ്ടാക്കും. അത് ഹോമിയോ ആണെങ്കിലും ആയുർവേദമാണെങ്കിലും ഇംഗ്ലീഷ് മെഡിസിൻ ആണെങ്കിലും അങ്ങനെ ഉണ്ടാക്കുമെന്ന് എഴുതി വെക്കണമെന്നുള്ളത് ഒരു നിയമമാണ്. പക്ഷേ ഇന്ന് ഒരു ഹോസ്പിറ്റലിലും അത് എഴുതി വെക്കുന്നില്ല. കാരണം ഇന്ന് 40 വയസ്സെന്നുള്ളത് പറയാൻ പറ്റത്തില്ല. 10 വയസ്സ് മുതലുള്ള ആളുകൾക്ക് അസുഖങ്ങൾ കൂടിക്കൊണ്ട് അവർ മെഡിസിനെ അഭയം പ്രാപിക്കുകയാണ്. അപ്പം ഞാൻ നിങ്ങൾക്കൊരു വാഗ്ദാനം തരുന്നത് 1993 മുതൽ ലേക്ക് ഷോർ ഹോസ്പിറ്റലിലെ വാദ ചികിത്സയ്ക്ക് വിധേയനായ ഒരു വ്യക്തിയാണ് ഞാൻ. നിങ്ങൾ ഓർക്കണം, ആ കാലഘട്ടം നോക്കണം. 93 മുതൽ ലേക്ക് ഷോർ ഹോസ്പിറ്റലിൽ ഡോക്ടർ മുഹമ്മദ് ഇക്ബാൽ എന്ന് പറയുന്ന ഡോക്ടറുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തിൻ്റെ ചികിത്സയിൽ നിന്ന ഒരാളാണ് ഞാൻ. എനിക്കൊരു മഴ വന്നാൽ 3 ദിവസം ഞാൻ കട്ടിലേക്ക് കിടക്കും. എനിക്ക് വെളിയിലോട്ട് സഞ്ചരിക്കാൻ പറ്റില്ല. എനിക്ക് ജോയിൻറ്റിലെല്ലാം ഭയങ്കരമായ നീര് വന്ന് ഞാൻ ആകെ വിഷമിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാൻ അവിടെ ചികിത്സയ്ക്ക് പോയത്. പക്ഷെ അവിടെ ഒരു അപകടം. ആ ഡോക്ടർ ആദ്യം എന്നോട് പറഞ്ഞത് മെഡ്രോൾ ഫോറൻസി എന്ന് പറഞ്ഞൊരു ടാബ്ലറ്റ്സ്, ഇവിടെ അത് മെഡിക്കൽ സ്റ്റോർ നടത്തുന്നവരോ ഇല്ലെങ്കിൽ ഡോക്ടർമാരായിട്ടോ ഇപ്പം നിങ്ങളുടെ കുടുംബത്തുള്ള ആരൊക്കെയാണ്, ഏതൊക്കെ പ്രൊഫഷനിൽ നിൽക്കുന്ന ആളുകളാണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇപ്പം ഇങ്ങനെയുള്ളവർക്കറിയാം. ഈ മെഡ്രോൾ ഫോറൻസി എന്ന് പറഞ്ഞ ഗുളികയും പോളിട്രാക്സ് എന്ന് പറഞ്ഞൊരു ഗുളികയും പിന്നെ പ്രഷറിൻ്റെ ഒരു ഗുളികയാണ് എനിക്ക് തന്നോണ്ടിരുന്നത്. അതിൽ മെഡ്രോൾ ഫോറൻസി ഡോക്ടർ പ്രത്യേകം പറഞ്ഞു, സോമൻ ഇത് കഴിക്കുമ്പോൾ നിങ്ങൾക്ക് കുറേ വണ്ണം കൂടും. ഞാൻ സാറേ ഇതല്ല വേറെ പ്രശ്നമൊന്നുമില്ല, വേറെ പ്രതിവിധിയില്ല, ഇതേ എഴുതാൻ പറ്റത്തുള്ളൂ അദ്ദേഹത്തിന്. അതെനിക്ക് മനസ്സിലായില്ല. അങ്ങനെ ഇത് വർഷങ്ങളോളം ഞാൻ കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് എൻ്റെ വലത് കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു. എൻ്റെ ശരീരം വീക്കാവാൻ തുടങ്ങി. അങ്ങനെ ഞാൻ അടുത്ത ടെസ്റ്റ് നടത്തിയപ്പോഴത്തേക്കാണ് എൻ്റെ യൂറിൻ ഇത് പ്രോട്ടീൻ എല്ലാം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ യൂറിനിൽ നിന്ന് പ്രോട്ടീൻ പോകുമ്പോൾ എൻ്റെ കിഡ്നിയെ ബാധിച്ചിരിക്കുകയാണിത്.
പിന്നെ ഞാൻ വേറെ ചികിത്സ നടത്തി അതിനെ തിരിച്ചു കൊണ്ടുവന്നു. അതിനുശേഷമാണ് ഈ 8 മാസങ്ങൾക്ക് മുൻപ് എൻ്റെ അടുത്ത് ഈ ഒരു മിഷണറി ലഭിക്കുന്നത്. എൻ്റെ ഒരു സുഹൃത്ത്, പൂനെയിൽ ജോലി ചെയ്യുന്ന സുഹൃത്ത്, എല്ലാ മാർച്ചിലും ആലപ്പുഴയിൽ ലീവിന് വരും. അങ്ങനെ അയാൾ പറഞ്ഞാണ് ഈ മിഷണറി എനിക്ക് കാണാൻ പറ്റിയത്. ഞാനത് ഉപയോഗിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് സത്യസന്ധമായി പറയുന്നു, ഇപ്പം ഞാൻ ഗുളികകളൊക്കെ നിർത്തിയിട്ട് ഇപ്പം 7 മാസം കഴിഞ്ഞു. ഒരു ടാബ്ലറ്റ്സും ഞാൻ കഴിക്കുന്നില്ല. ഞാൻ ഭംഗിയായിട്ട് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഇതിൻ്റെ പ്രവർത്തനമായിട്ട് ഞാൻ മുന്നോട്ട് പോകുന്നുണ്ട്. അത്രയും നല്ലൊരു പ്രോഡക്റ്റാണ്. നിങ്ങൾ വിശ്വാസം അർപ്പിച്ചുകൊണ്ട്, നമ്മൾ സ്വയം വിശ്വസിച്ചുകൊണ്ട് നമ്മൾ ഈ പ്രോഡക്റ്റിനെ നെഞ്ചിലേറ്റിയാൽ നമുക്കിതിൻ്റെ ഗുണം കിട്ടുമെന്നുള്ളത് തന്നെയാണ്. നമ്മുടെ കിഡ്നി ആയാലും ലിവർ ആയാലും ഒന്നും അഴിച്ചു പോകാതെ നമ്മുടെ ഈ 2 ഹാർട്ടാണ് നമുക്കുള്ളത്. മെയിൻ ഹാർട്ടും കാഫ് മസിൽസ്, ഈ മുട്ടിന് താഴെയുള്ള കാഫ്, നമ്മുടെ ഹാർട്ടിൽ നിന്ന് ഒഴുകുന്ന ബ്ലഡ്, കൊഴുപ്പുകൾ, ഇതിനെയെല്ലാം താഴത്തോട്ട് വിട്ട് ശുദ്ധീകരിച്ചുകൊണ്ട് മുകളിലോട്ട് വിടുന്ന പ്രക്രിയയാണ് ഈ കാഫ് മസിൽസിനുള്ളത്.